വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധമായ നാമത്തിൽ ഞങ്ങളെ കേൾക്കുന്ന ക്ലബ് ഹൗസിലും യൂട്യൂബിലുമായി ഞങ്ങളെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങൾ സ്നേഹവന്ദനം അറിയിക്കുന്നു. റോമൻ കത്തോലിക്ക സഭയോടുള്ള ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതും അതേ സമയത്ത് പ്രൊട്ടസ്റ്റന്റ് ബാപ്റ്റിസ്റ്റ് വിശ്വാസികളെ സംബന്ധിച്ച് അപ്രധാനവുമായ ഒരു വിഷയമാണ് കൂദാശ എന്നുള്ള പദം കൊണ്ട് ഇവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ. നമുക്കെല്ലാവർക്കും കഴിഞ്ഞ നാളുകളിൽ ഈ ക്ലബ് ഹൗസിലെ റൂമുകളിലെ ചർച്ചകളിലൂടെ മിക്കവാറും ആളുകൾ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്, അനാബാപ്റ്റിസ്റ്റുകളെ സംബന്ധിച്ചും പ്രൊട്ടസ്റ്റന്റുകാരെ സംബന്ധിച്ചും തിരുവെഴുത്ത് എന്തു പറയുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടതും. അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ ഉപദേശവും പ്രായോഗിക ക്രിസ്തീയ ജീവിതത്തിൽ അവർ പ്രാക്ടീസ് ചെയ്യുന്ന കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ കൂദാശ എന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ട് കാത്തലിക്സ് അവരുടെ ആളുകളെ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയിലേക്ക് ചേരുന്ന ആളുകളെയും കത്തോലിക്ക സഭയിൽ ഉള്ള ആളുകളെയും സഭയിൽ പിടിച്ചു നിർത്തുന്നതും സഭയിൽ ചേർക്കുന്നതും കൂദാശകളുടെ അടിസ്ഥാനത്തിലാണ്. വിശുദ്ധ ബൈബിൾ പറയുന്നത്, വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട് കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവത്തോട് നിരപ്പുണ്ട്, അല്ലെങ്കിൽ ദൈവത്തോട് സമാധാനമുണ്ട്. ഒരു പാപിയെ സംബന്ധിച്ച് യേശുക്രിസ്തു എന്റെ പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ അവന്റെ പാപം മോചിപ്പിക്കപ്പെട്ട് കിട്ടുന്നു. അതിന്റെ പിന്നില് അവൻ ഒരു പ്രവൃത്തിയും ചെയ്യുന്നില്ല, അവൻ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു ഇന്നേക്ക് 2000 വർഷങ്ങൾക്കപ്പുറം കാൽവരി മലയുടെ മുകളിൽ ക്രൂശിന്മേൽ തൂങ്ങി മരിക്കുമ്പോൾ മാനവജാതിയുടെ മുഴുവന്റെയും പാപങ്ങൾക്ക് വേണ്ടുന്ന പരിഹാരക്രിയ പൂർത്തീകരിക്കുകയായിരുന്നു. മറ്റൊരു വാക്കിൽ പറയുകയാണെങ്കിൽ, ഒരു പാപിയെ പിതാവായ ദൈവം നരകത്തിൽ ഏതു വിധമാണോ ശിക്ഷിക്കേണ്ടത്, ആ ശിക്ഷാവിധി അതിന്റെ പൂർണ്ണമായ അളവിൽ ദൈവപുത്രനായ യേശുക്രിസ്തു ക്രൂശിന്മേൽ അനുഭവിക്കുകയായിരുന്നു. യേശു മരിക്കുന്ന സമയത്ത് ഏറ്റവും അവസാനം പറയുന്ന വാക്ക്, ഇതാ സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് അവൻ തല ചായ്ച്ച് സ്വന്തം പ്രാണനെ വിട്ടു. എന്തൊക്കെയാണോ പഴയ നിയമത്തിൽ നിവൃത്തീകരിക്കപ്പെടേണ്ടത് അത് മുഴുവൻ യേശുവിലൂടെ നിവൃത്തീകരിക്കപ്പെടേണ്ടത് മുഴുവൻ നിവൃത്തീകരിച്ചു. 2, ഒരു പാപിയുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി എന്തൊക്കെയാണോ യേശുക്രിസ്തുവിന്റെ ബലിമരണത്തിലൂടെ പൂർത്തീകരിക്കപ്പെടേണ്ടത് അത് മുഴുവൻ പൂർത്തീകരിക്കപ്പെട്ടു. ഒരു മഹാപുരോഹിതൻ എന്നുള്ള നിലയിൽ തന്റെ യാഗാർപ്പണത്തിലൂടെ എന്തൊക്കെയാണോ താൻ കംപ്ലീറ്റ് ആക്കേണ്ടത് അത് താൻ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇനി 3 ആംഗിളുകളിൽ നമ്മൾ നോക്കുമ്പോൾ എബ്രായ ലേഖനകാരൻ പറയുന്ന വാക്ക്, പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ എല്ലാ യാഗങ്ങളുടെയും പരിപൂർണതയായ അതിന്റെ പൊരുളായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തിലൂടെ ഏതൊരു പാപിക്കും വിശ്വാസത്താൽ പാപമോചനവും നീതീകരണവും ലഭിക്കുന്നു എന്ന് തുടർന്നിങ്ങോട്ട് അപ്പോസ്തലന്മാർ പ്രസംഗിച്ചു തുടങ്ങിയപ്പോൾ മുതൽ സഭ ഇന്നയോളം, സത്യസഭ ഇന്നയോളം പ്രസംഗിക്കുന്ന സുവിശേഷ സന്ദേശം അതാണ്. അത് റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും അത് വളരെ വ്യക്തമായി പൗലോസ്ലീഹ പഠിപ്പിക്കുകയാണ്. നീതീകരണം വിശ്വാസത്താലാണ്, പാപമോചനവും വിശ്വാസത്താലാണ്. എന്നാൽ റോമൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ച്, റോമാസഭയെ സംബന്ധിച്ച്, ബൈബിളിലെ റോമാസഭയല്ല, ഇന്ന് നമ്മൾ കാണുന്ന റോമൻ കത്തോലിക്ക എന്ന് പറയുന്ന ആ കൂട്ടത്തെ സംബന്ധിച്ച് വിശ്വാസത്താലുള്ള നീതീകരണമാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്, സ്വീകരിക്കുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വശത്ത് ഇത് പറയുകയും മറുവശത്ത് പ്രവർത്തികളാൽ കൂടെയാണ് നീതീകരണം, അല്ലെങ്കിൽ പാപമോചനം, അല്ലെങ്കിൽ വീണ്ടെടുപ്പ്, അല്ലെങ്കിൽ ഒരു പാപിയുടെ സ്വർഗപ്രവേശനം എന്ന് അവർ ഉറപ്പിച്ചു പഠിപ്പിക്കുന്നു. അവിടെ പ്രവൃത്തികൾ എന്ന വാക്ക് ഞാൻ പറയുന്നത് വിശ്വസിക്കുന്ന വ്യക്തിയുടെ പ്രവൃത്തി എന്നുള്ളതിലപ്പുറം സഭ അധികാരപ്പെടുത്തിയിരിക്കുന്ന, സഭ പൗരോഹിത്യം കൊടുത്തിരിക്കുന്ന,
റോമൻ കത്തോലിക്ക സഭയുടെ പൗരോഹിത്യം, ബൈബിളിൽ പറയുന്ന പൗരോഹിത്യത്തെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പുതിയ നിയമ വിശ്വാസികൾ എല്ലാവരും ദൈവ മുൻപാകെ പുരോഹിതന്മാരാണ്. ആ പൗരോഹിത്യത്തിൽ ഉള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. മറിച്ച് കത്തോലിക്ക സഭയുടെ സെനറ്റേറിയൻസിന്റെ, റോമൻ സെനറ്റേറിയൻസിന്റെ കുപ്പായം ഇട്ടുകൊണ്ട് ശുശ്രൂഷ എന്ന പേരിൽ അവർ ചെയ്യുന്ന ഈ കൂദാശകളൂടെ കൂടുമ്പോഴാണ് ഒരു പാപിക്ക് പാപമോചനം ലഭിക്കുന്നത് എന്നാണ് റോമൻ കത്തോലിക്കരുടെ പഠിപ്പിക്കൽ. മറ്റൊരു നിലയിൽ പറഞ്ഞാൽ, അല്പം കൂടെ വ്യക്തമായി പറഞ്ഞാൽ, ജിമിച്ചാൻ ഇവിടെ പറഞ്ഞു 7 കൂദാശകളാണ് റോമൻ കത്തോലിക്ക സഭ ഇന്ന് കൊണ്ടു നടക്കുന്നത്, അല്ലെങ്കിൽ അവർ ആചരിക്കുന്നത്. ഈ 7 കൂദാശയിൽ മാമോദീസ മുതൽ 7ാമത്തെ കൂദാശയായ ഒടുക്കത്തെ ഒപ്പിശും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, രോഗീലേപനം വരെയുള്ള എല്ലാ കൂദാശകളിലും ഈ കൂദാശയും കൂടെ കൂടുമ്പോഴാണ് അവന് രക്ഷ ലഭിക്കുന്നത്. കൂദാശ കൂടാതെ കണ്ട് രക്ഷ ഒരു പാപിയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ, രക്ഷ ഒരു പാപിക്ക് ലഭ്യമാക്കുവാൻ റോമൻ കത്തോലിക്ക സഭയ്ക്ക് ടീച്ചിങ് ഇല്ല. ഉദാഹരണം, മാമോദീസായാൽ പാപമോചനം ഉണ്ടെന്ന് പഠിപ്പിക്കുമ്പോൾ ഈ തളിപ്പ് സ്നാനം കൂടെ ചേരുമ്പോഴാണ്, അല്ലെങ്കിൽ ഈ മാമോദീസ കൂടെ കൂടുമ്പോഴാണ് പാപമോചനം. മൂറോൻ തൈലം ഒരു കുട്ടിയുടെ മേളിൽ, അല്ലെങ്കിൽ ഒരു വിശ്വസിക്കുന്നു എന്ന് പറയുന്ന മാമോദീസ മുങ്ങിയ വ്യക്തിയുടെ മേലിൽ ലേപനം ചെയ്യുമ്പോഴാണ് അവന് പരിശുദ്ധാത്മാവിനെ കിട്ടുന്നതെന്ന് അവർ പഠിപ്പിക്കുന്നു. കുർബാനയപ്പം ഉള്ളിൽ ചെല്ലുമ്പോഴാണ് യേശു ഉള്ളിൽ വരുന്നതെന്ന് പഠിപ്പിക്കുന്നു. അപ്പൊ ഇങ്ങനെ പോകുന്നു പ്രധാനപ്പെട്ട കൂദാശകളെ സംബന്ധിച്ച് ഇവരുടെ ടീച്ചിങ്സ്. അപ്പൊ ഞാനിത് പറഞ്ഞതിന്റെ കാര്യം, കൂദാശ എന്ന ഈ വേർഡ് പ്ലേയിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങളുടെ ഈ ആചാരനിബിഡമായ ഈ ചെയ്തികളിൽ ചുറ്റിപ്പറ്റിയാണ് റോമൻ കത്തോലിക്ക സഭയിൽ നിൽക്കുന്ന ഒരു വിശ്വാസിയുടെ രക്ഷയിരിക്കുന്നത്. ഈ രക്ഷയ്ക്ക് കാരണമായ കൂദാശകൾ ചെയ്യുവാൻ റോം അപ്പോയിന്റ് ചെയ്ത ആളുകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പൊ ഈ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന, ഇതിനു വേണ്ടി പ്രത്യേക പഠിച്ച് യൂണിഫോം ഇട്ട് റോമിന്റെ ഉത്തരവാദിത്തങ്ങൾ, ഇവരെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളെ കൂടാതെ കണ്ട് കൂദാശയുടെ കാർമ്മികത്വം അത്യാവശ്യ സമയങ്ങളിൽ മാമോദീസ ഒഴികെയുള്ള ഒരു കൂദാശയുടെ കാർമ്മികത്വവും അല്ലാത്തവരെ ഏൽപ്പിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ പൗരോഹിത്യ വൃന്ദത്തിന്റെ കൈകളിൽ ഇരിക്കുന്ന ഭരണാധികാരം പോലെ തന്നെ പൗരോഹിത്യ വൃന്ദത്തിന്റെ കൈകളിലൂടെ കീഴിലുള്ള ഈ പ്രവൃത്തികളെ ഇവർ കൂദാശകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ ഞാൻ കുറെ കാലമായിട്ട് ഇത്തരം ചില വാക്കുകൾ, റോമൻ കത്തോലിക്ക സഭ ഉപയോഗിക്കുന്ന ഇത്തരം ചില വാക്കുകൾ, ഇതിന്റെ കൃത്യമായ അർത്ഥവും ഇതിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തിയും എത്രത്തോളം ഉണ്ട്, അത് ഏത് നിലയിലാണ് ഇവർ അതിനെ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് നിലയിലാണ് ഇവർ വിശ്വാസികളുടെ മേലിൽ ഇത് അടിച്ചേൽപ്പിക്കുന്നത് എന്നുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കൂദാശ എന്ന വാക്കിലേക്ക് ചെല്ലുന്നത്. ഇതുപോലെ തന്നെയുള്ളതാണ് യേശുക്രിസ്തുവിന്റെ ശരീരധാരണം സംബന്ധിച്ച് എല്ലാം ഇവർക്ക് ചില പ്രത്യേക വേർഡുകളുണ്ട്. കൃത്യമായ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ആർക്കും അറിയത്തില്ല, ഇവർക്ക് പറയാനും അറിയത്തില്ല, ഇവർ നമുക്ക് പറഞ്ഞു തരത്തുമില്ല. സഭ ഇങ്ങനെ പറയുന്നു, ഞങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു. എന്താണ് സഭ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇത് സംബന്ധിച്ച്? സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയാ. എന്താണ് ശരിക്കും കൂദാശ? എന്താണ് വാസ്തവത്തിൽ ഈ കൂദാശ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ ചെയ്തികളെയാണോ? ഈ ചെയ്തികളെയാണെങ്കിൽ ഇതേ ചെയ്തികൾ തന്നെ മറ്റു സഭകളും ചെയ്യുന്നില്ലേ? മറ്റു സഭകളിൽ വിവാഹം നടക്കുന്നില്ലേ? മറ്റു സഭകളിൽ സ്നാനം നടക്കുന്നില്ലേ? മറ്റു സഭകളിൽ കർത്തൃമേശ, നിങ്ങൾ കുർബാന എന്ന് പറയുന്ന കാര്യമില്ലേ? മറ്റു സഭയിലെ വിശ്വാസികൾ ദൈവസന്നിധിയിൽ അവരുടെ പാപങ്ങളെ ഏറ്റു പറയുന്നില്ലേ? പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അതിനെ കൂദാശ എന്ന് വിളിക്കുന്നില്ല? എന്തുകൊണ്ട് റോമൻ കത്തോലിക്ക് അതിനെ കൂദാശ എന്ന് വിളിക്കില്ല? അതിനെ വിളിക്കില്ല. അതിന്റെ കാരണം, ഈ അപ്പോയിന്റ് ചെയ്തിരിക്കുന്ന റോമിന്റെ അധികാരത്തിന്റെ കീഴിൽ, ഈ അടിമത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന ഈ യൂണിഫോം ഇട്ട കാറ്റഗറി ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒന്നാണ് കൂദാശ. അവരതിനുള്ള വരപ്രാപ്തരാണെന്നോ കൈവെപ്പുള്ളവരാണെന്നോ കൈവെപ്പിന്റെ കണ്ടിന്യൂവേഷൻ ഉള്ളവരാണെന്നോ ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവർ ചെയ്താൽ കൂദാശ, മറ്റുള്ളവർ ചെയ്തു കഴിഞ്ഞാൽ അത് ശുശ്രൂഷ പോലുമായിട്ട് ഇവർ പരിഗണിക്കുന്നില്ല. അപ്പൊ ഇവിടെ റോമൻ സഭയുടെ ടീച്ചിങ്ങിനുള്ളിൽ അടിമകളെ അടിമകളാക്കി എല്ലാ കാലത്തും നിർത്തുവാൻ
ചർച്ച ഉപയോഗിക്കുന്ന ഒരു തന്ത്രത്തിൽ ഒന്നാണ് കൂദാശ എന്ന വേർഡ് പ്ലേ. അല്ലാതെ അതിനപ്പുറം അതിന് ബിബ്ലിക്കലി യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല. ബിബ്ലിക്കലി അടിസ്ഥാനമില്ല എന്നുള്ള കാര്യം ഒന്ന് സൂചിപ്പിക്കാനാണ് ഇന്നത്തെ ഈ റൂമിന്റെ പ്രധാന ലക്ഷ്യം. എന്താണ് കൂദാശ എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്കിൽ അതിനൊരു ഉത്തരം പറയുവാൻ ഒരു റോമൻ കത്തോലിക്കനും വ്യക്തമായിട്ടൊരു ഉത്തരം, ഇന്നതാണ് കൂദാശ എന്ന് പറയുവാൻ വ്യക്തമായൊരു ഉത്തരം പറയുവാൻ ഒരു കത്തോലിക്കനും സാധ്യമല്ല. ഒരു കത്തോലിക്കനും ഇന്ന് വരെ അതിന് ശ്രമിച്ചിട്ടുമില്ല. ഒറ്റ വാക്കിൽ എന്താണ് കൂദാശ എന്ന് ചോദിച്ചാൽ ഇവർക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ആളുകൾക്ക്, ഈ ഉപദേശം കൊണ്ടുവന്നിരിക്കുന്ന ആളുകൾക്ക് പോലും ഒറ്റ വാക്കിൽ അതിനൊരു മറുപടി അവർക്കില്ല. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ഒരു സാധാരണ വിശ്വാസി എന്താണ് കൂദാശ എന്ന് ചോദിച്ചാൽ പറയുക? അവര് പറയും കൂദാശ എന്ന് ചോദിച്ചാൽ 7 എണ്ണം ഉണ്ടെന്ന് പറയും. കൂദാശ ഏതൊക്കെയാണെന്ന് വെച്ചാൽ 7ന്റെ പേര് പറയും. എന്താണ് കൂദാശ? അത് ഞങ്ങളുടെ അച്ഛൻ ഇങ്ങനെ ചെയ്യുന്ന കാര്യങ്ങളാ കൂദാശ. ഇടേ അതല്ലേ നീ ഇച്ചിരി മുമ്പ് പറഞ്ഞത് ഇന്നതൊക്കെയാന്ന്. എന്താണ് കൂദാശ? അതിന് വ്യക്തമായൊരു മറുപടി ഉണ്ടോ? ആ മറുപടി ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് നിങ്ങൾ മാത്രം ചെയ്യുമ്പോൾ കൂദാശ, മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് കൂദാശ ആകാതിരിക്കുന്നത്? അപ്പൊ ഇവിടെ കൂദാശ എന്ന വേർഡ്, ആ വേർഡ് എന്തോ മഹനീയമായി എന്തോ ഭയങ്കര സംഭവമാണ് എന്നുള്ള നിലയിൽ ആളുകളിലേക്ക് അടിച്ചേൽപ്പിക്കുക, അല്ലെങ്കിൽ അവരുടെ ബ്രെയിനിലേക്ക് അങ്ങനെ ഒരു കാര്യം ഇട്ട് കൊടുത്തിട്ട് അതിന്റെ കീഴിൽ ആളുകളെ തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഒരു തന്ത്രമാണ് റോമാസഭ നൂറ്റാണ്ടുകളായി ചെയ്തു പോന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ അത് സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് വ്യക്തമാകാൻ വേണ്ടി, ഇവരുടെ കാര്യങ്ങളെല്ലാം CCCയിൽ നിന്നാണല്ലോ വായിക്കേണ്ടത്. ഹദീസുകൾ പോലെ റോമൻ കത്തോലിക്കർക്ക്, മുസ്ലിങ്ങൾക്ക് ഹദീസുകൾ പോലെ റോമൻ കത്തോലിക്കർക്ക് പ്രധാനപ്പെട്ട പുസ്തകമായ CCC എന്ന് വായിക്കുമ്പോൾ CCC ഒന്നും അല്ല, ഞങ്ങൾക്ക് ഇതിലും പ്രധാനപ്പെട്ടതുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ വരികയാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. CCCയിലെ കാര്യം പറയുമ്പോൾ തന്നെ അല്ലല്ല CCC ഒന്നുമല്ല, ഇതിലും പ്രധാനപ്പെട്ടത് ഞങ്ങൾക്കുണ്ട് എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. CCCയുടെ ആമുഖത്തിൽ നിന്ന് ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത്, കത്തോലിക്ക സഭ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതെല്ലാം ഈ ഗ്രന്ഥത്തിൽ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ട്. മനസ്സിലായോ? കത്തോലിക്ക സഭ, ഈ കത്തോലിക്ക സഭ എന്ന് ഉദ്ദേശിക്കുന്ന റോമൻ കത്തോലിക്ക സഭയെ കേട്ടോ, അല്ലാതെ കർത്താവിന്റെ ശരീരമായിരിക്കുന്ന സാർവലൗകിക സഭയെ കുറിച്ചല്ല, യൂണിവേഴ്സൽ ചർച്ചിനെ കുറിച്ചല്ല, റോമിൽ ഹെഡ് ഓഫീസ് ഉള്ള ചർച്ചിനെ കുറിച്ചാണ് പറയുന്നത്. ആ റോമിൽ ഹെഡ് ഓഫീസ് വെച്ചുകൊണ്ടിരിക്കുന്ന പാപ്പയുടെ അധീശത്വം സ്വീകരിച്ചിരിക്കുന്ന സമൂഹം, ആ സമൂഹത്തെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതെല്ലാം ഈ ഗ്രന്ഥത്തിൽ സമഗ്രമായി പ്രതിപാദിച്ചിട്ടുണ്ടെന്ന് ഇതിന്റെ പ്രസ്താവനയിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഭാവിയിൽ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വേണം മതപ്രബോധനങ്ങൾ രചിക്കാൻ. അപ്പൊ ഏതെങ്കിലും കത്തോലിക്കൻ എന്തെങ്കിലും പുസ്തകം എഴുതുവാണെങ്കിൽ ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം അദ്ദേഹം പുസ്തകം എഴുതാൻ. അതുകൊണ്ട് ഞാൻ ഇവിടെ ഒരു വാക്കും കൂടെ ചേർത്ത് പോവുകയാണ്. ഈ വിഷയം സംബന്ധിച്ച്, കൂദാശ സംബന്ധിച്ച് സംസാരിക്കാൻ ഇതിനുശേഷം നിങ്ങൾക്ക് ചർച്ചയ്ക്ക് അവസരം നൽകുമ്പോൾ ഈ ചർച്ചയ്ക്ക് കയറി വരുന്ന മക്കൾ, കത്തോലിക്ക സഭയുടെ മക്കൾ, നിങ്ങൾ ഈ ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തി വേണം നിങ്ങൾ സംസാരിക്കാൻ. നിങ്ങൾക്ക് വായി തോന്നുന്നത് വന്ന് പറയാൻ നിങ്ങളുടെ ചർച്ച നിങ്ങളെ അനുവദിക്കുന്നില്ല. ഒരു പുസ്തകം എഴുതുകയാണെങ്കിൽ അത് CCC അടിസ്ഥാനപ്പെടുത്തി വേണമെങ്കിൽ നിങ്ങളൊരു ചർച്ചയ്ക്ക് കയറി വരുമ്പോഴും ആ മാന്യത നിങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാണ്. അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാൻ റൈറ്റ് ഇല്ല. കത്തോലിക്കൻ എന്നുള്ളതിൽ നിങ്ങൾക്ക് അവകാശമില്ല. ഇനി അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു ഞാൻ കത്തോലിക്കനൊന്നും അല്ലെന്നും പറഞ്ഞു, അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമില്ല. കത്തോലിക്കനാണെന്നും പറഞ്ഞ ഈ വിഷയത്തിൽ നിങ്ങൾ സംസാരിക്കാൻ വരുന്നതെങ്കിൽ CCCയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുമായിട്ട് യോജിപ്പിച്ചും അതിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ബന്ധിപ്പിച്ചും വേണം. ആ സമഗ്ര പ്രതിപാദനത്തിന്റെ വെളിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങളുടെ ചർച്ച അനുവദിക്കുന്നില്ല. അത് ഓർത്തുകൊണ്ട് വേണം നിങ്ങൾ ചർച്ചയ്ക്ക് വരാൻ. ഞാനിത് പറയാൻ കാരണം, കഴിഞ്ഞ ലാസ്റ്റത്തെ റൂമുകളിലെല്ലാം ഒരു പയ്യൻ വരുമായിരുന്നു. പുള്ളിക്ക് തോന്നുന്നതാണ് പുള്ളി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചർച്ച എന്ത് പഠിപ്പിക്കുന്ന പുള്ളിക്ക് വിഷയമല്ല. റോമൻ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നതിന് വിരുദ്ധമായ കാര്യങ്ങളാണ് പുള്ളി വലിയ ആവേശത്തിൽ നമ്മുടെ റൂമിൽ വന്ന് പറയുന്നത്. ആ പരിപാടി ശരിയല്ല, അത് അനുവദിക്കുകയില്ല എന്ന് ഞാൻ ആരംഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ എന്താണ് കൂദാശകൾ എന്നറിയാൻ നമുക്ക് റോമൻ കത്തോലിക്ക സഭയുടെ ഈ പ്രമാണ ഗ്രന്ഥമായ, ഒരർത്ഥത്തിൽ ബൈബിളിനേക്കാളും പ്രധാനപ്പെട്ടതാ കേട്ടോ റോമൻ കത്തോലിക്ക സഭയ്ക്ക് ഇത്. ബൈബിള് ഇതിനേക്കാളും പ്രാധാന്യം കുറഞ്ഞ ഒരു പുസ്തകമായിട്ടാണ് അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ ഇരിക്കുന്നത്.
പിന്നെ അവര് പറയുമ്പോൾ ബൈബിൾ അതിനേക്കാളും പ്രധാനപ്പെട്ടതെന്നൊക്കെ പറയും. പക്ഷെ ശരിക്കും സഭയെ സംബന്ധിച്ച് ഇതാ പ്രധാനപ്പെട്ടത്, ബൈബിൾ ഒന്നും അല്ല. അതായത് റോമൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടത് CCC ആണ്, ബൈബിൾ അല്ല. ബൈബിൾ ആയിരുന്നുവെങ്കിൽ ബൈബിളും പാരമ്പര്യങ്ങളും എന്ന് പറയത്തില്ല. ബൈബിളും പാരമ്പര്യങ്ങളെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന അവരുടെ ചർച്ചിന്റെ ഉപദേശവും പ്രായോഗികതയും ഒരുമിപ്പിക്കുന്ന പുസ്തകമാണ് CCC. അതുകൊണ്ട് റോമൻ കത്തോലിക്ക സഭയെ സംബന്ധിച്ച് ബൈബിളിനേക്കാളും പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് CCC. ബൈബിൾ സെക്കൻഡറിയോ അല്ലെങ്കിൽ 3-ാം സ്ഥാനത്തോ 4-ാം സ്ഥാനത്തോ ഒക്കെയാണ് ബൈബിളിന്റെ സ്ഥാനം. അതും ഞാൻ ഈ അവസരത്തിൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് നോക്കാം എന്താണ് കൂദാശ എന്ന് CCC പറയുന്നത്. 1116 CCC നമ്പർ 1116. അവിടെ കൂദാശകൾ എന്താണെന്ന് CCC പറയുന്നത് ഒന്ന് വായിക്കാം നമുക്ക്. എന്നേക്കും ജീവിക്കുന്നതും ജീവൻ നൽകുന്നതുമായ ക്രിസ്തുവിന്റെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികളാകുന്നു കൂദാശകൾ. ആഹാ, എന്ത് രസമല്ലേ കേൾക്കാൻ. അതിനെ സാധാരണ നമുക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഇത്രയും സാഹിത്യമൊന്നും ഇല്ലാതെ പറഞ്ഞാൽ, സഭയിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തികളാകുന്നു കൂദാശകൾ. സഭയാകുന്ന അവിടുത്തെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണവ. ഏത്? കൂദാശകൾ. സഭയിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന പ്രവർത്തികളെയാണ് കൂദാശകൾ എന്ന് വിളിക്കുന്നത്. 3, ശാശ്വതമായ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശകൾ. അപ്പൊ പുതിയ നിയമസഭയുടെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശകൾ. 3 കാര്യങ്ങളാണ് ഇവരിവിടെ എഴുതി വച്ചിരിക്കുന്നത്. 1, സഭയിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തിയാണ് കൂദാശ. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളാണ് കൂദാശ. പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശകൾ. ദൈവത്തിന്റെ കർമ്മോ? ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങൾ. ശാശ്വതമായ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങൾ, ദൈവത്തിനും കർമ്മമുണ്ട്, ആണ് കൂദാശ. അപ്പൊ ഇവിടുത്തെ വിഷയം മനസ്സിലായോ? ഇവര് 3 വളരെ മനോഹരമായ സ്റ്റേറ്റ്മെന്റ് ഒക്കെ വെച്ചു. ഇവിടെ ഒരു പ്രശ്നം, ഈ അടിമകൾ ആരും ഇതിനെക്കുറിച്ച് ചോദ്യം ചെയ്യില്ലല്ലോ. എന്താണോ സഭ പറഞ്ഞത് അത് കണ്ണും പൂട്ടി വിശ്വസിക്കുകയും വിഴുങ്ങുകയും ചെയ്യുക എന്നുള്ളതല്ല. അതിനപ്പുറം അതിനെതിരെ തിരിഞ്ഞ് ചിന്തിക്കാൻ ഇവരുടെ ബുദ്ധി പണയം വെച്ചവരാണ്. ഇവര് തങ്ങളെ തന്നെ വിറ്റ് കളഞ്ഞവരാണ്. ഇവർക്ക് തിരിച്ചൊരു കാര്യം ചിന്തിച്ചു പോയാൽ പിന്നെ അടിമത്വത്തിന്റെ ചങ്ങല ഇവര് വലിച്ചെറിയേണ്ടി വരുമെന്നുള്ളത്, ഈ ചങ്ങലയെ ചുംബിക്കുന്നവരാണ് ഇവർ. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ 3 കാര്യവും അങ്ങനെ തന്നെ ആണല്ലോ എന്ന് വിചാരിച്ചാണ് ഇവർ ഇരിക്കുന്നത്. നമ്മുടെ ചോദ്യം, ഈ സഭയിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തിയാണെങ്കിൽ അത് സ്വയം അങ്ങ് പ്രവഹിച്ചാൽ പോരെ? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണെങ്കിൽ പരിശുദ്ധാത്മാവ് തന്നെത്താൻ അങ്ങ് ചെയ്താൽ പോരെ? ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണെങ്കിൽ ദൈവം തന്നെ നേരിട്ടങ്ങ് ചെയ്യല്ലേ ചെയ്യേണ്ടത്? അപ്പൊ യൂണിഫോം ഇട്ട് വിളയാടുന്നവരുടെ പരിപാടി എന്താ? അതുകൊണ്ടാണ് ഞാൻ ആരംഭത്തിൽ പറഞ്ഞത്, ഈ പൗരോഹിത്യ വൃന്ദത്തെ കൊണ്ട് ചർച്ചിൽ അടിമകളാക്കി എല്ലാ കാലത്തും നിർത്തുവാൻ ഇവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു തന്ത്രമാണ് കൂദാശ എന്ന വാക്ക്. ആ കൂദാശ എന്ന വാക്കിന് ഇവർ കൊടുത്തിരിക്കുന്ന 3 നിർവചനങ്ങളും ഇവരതിലില്ല. ആ നിർവചനങ്ങളിൽ ഒന്നാമത്തേതിൽ സഭയിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തിയും, രണ്ടാമത്തേതിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തികളും, മൂന്നാമത്തേതിൽ ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങളുമാണ്. അങ്ങനെ നിർവചിച്ചിട്ട് ചർച്ചിനുള്ളിൽ ഈ യൂണിഫോം ഇട്ട കൂട്ടർ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അത് കൂദാശയാകുന്നത് എന്നാണ് ഇവർ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്, നിങ്ങൾ ഈ പറഞ്ഞ 3 നിർവചനം അനുസരിച്ച് ഇത് ആരാ പറഞ്ഞത്? ഈ പ്രവഹിക്കുന്ന ശക്തിയാണ് കൂദാശയെന്ന്, പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് കൂദാശയെന്ന്, ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശയെന്ന് ആരാ പറഞ്ഞത്? ഉത്തരം സഭ പറഞ്ഞു. അതാണ് ഉത്തരം. അവരുടെ ഉത്തരം അതാണ്. അതിനപ്പുറം അവർക്കൊരു ഉത്തരമില്ല. ആര് പറഞ്ഞു? അത് സഭ പറഞ്ഞു. ഈ സഭ ആരാണ്? ഈ സഭ ആരാന്ന് ചോദിച്ചാൽ അവിടെയാണ് റോമൻ കത്തോലിക്കരെ സംബന്ധിച്ച് സഭ ഈസ് ഈക്വൽ ടു
കൗൺസിലുകളിൽ പങ്കെടുക്കാൻ അധികാരമുള്ളവർ തീരുമാനിച്ചു പറഞ്ഞു, അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. മനസ്സിലായോ? അപ്പൊ സഭ എന്ന് പറഞ്ഞാൽ പോപ്പിന്റെ അധീശത്വവും ഭരണസ്വാതന്ത്ര്യവുമുള്ള ഈ യൂണിഫോം ഇട്ട കാറ്റഗറിയാണ് ശരിക്കും സഭ. അതിൽ ഒന്നും കൂടെ മജിസ്റ്റീരിയം അല്ല, മജിസ്റ്റീരിയം മാത്രമല്ല, കൗൺസിലുകളിൽ പങ്കെടുക്കും. ബിഷപ്പ് മുതൽ മുകളിലേക്കുള്ളവർ മാത്രമേ ചർച്ചയായിട്ട് പരിഗണിക്കേണ്ടതുള്ളൂ. അതിന്റെ താഴത്തുള്ളവർക്കെല്ലാം ബിഷപ്പിന്റെ ശുശ്രൂഷ പങ്കുവെച്ചു കൊടുത്തിരിക്കുന്നവരാണ്. ഒരു വികാരിയച്ഛൻ എന്ന് പറഞ്ഞ ബിഷപ്പിന്റെ ശുശ്രൂഷയുടെ പങ്കുവെക്കപ്പെട്ട ശുശ്രൂഷ മാത്രമാണ് അദ്ദേഹം ചെയ്യുന്നത്. ബിഷപ്പിന്റെ ശുശ്രൂഷയുടെ പങ്കാളി മാത്രം അദ്ദേഹം. ഞാൻ പറഞ്ഞതല്ല, ഇതാണ് ഇവിടെ പ്രമാണം പറയുന്നത്. അങ്ങനെയുള്ളപ്പം ചർച്ച് എന്ന് പറഞ്ഞാൽ ആരാപ്പം? റോമൻ കത്തോലിക്കരെ സംബന്ധിച്ച് ചർച്ച് എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ സമൂഹമാണെന്ന് ഇവർ ഒരു വശത്ത് പറയുമ്പോൾ തന്നെ, അല്ലല്ല, തീരുമാനങ്ങൾ എടുക്കുന്ന ഞങ്ങളാണ്, കൗൺസിലിന്റെ കൂടത്തിൽ ഇരിക്കാൻ അധികാരപ്പെട്ട ബിഷപ്പ് മുതൽ മുകളിലേക്കുള്ളവരാണ് ഇത് തീരുമാനിക്കുന്നത്. അവർ തീരുമാനിച്ചു പറഞ്ഞു, അടിമകളായി ഞങ്ങൾ അതങ്ങ് അംഗീകരിക്കുന്നു. അല്ലാതെ ദൈവം പറഞ്ഞതാണോ ഇത്? ദൈവം പറഞ്ഞതാണോ? ദൈവം പറഞ്ഞോ? ദൈവവചനത്തിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ സഭയിൽ നിന്ന് പ്രവഹിക്കുന്ന ശക്തിയാണ് കൂദാശ എന്ന്? ദൈവവചനത്തിൽ എവിടെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് കൂദാശ എന്ന്? ദൈവവചനത്തിൽ എവിടെയെങ്കിലും നമ്മൾ വായിക്കുന്നുണ്ടോ ദൈവത്തിന്റെ ഉത്കൃഷ്ട, പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശ എന്ന്? ഇല്ല, ഒരിക്കലുമില്ല. പിന്നെ ഇത് ആരാ തീരുമാനിച്ചത്? ആരാ പറഞ്ഞത്? അത് കൗൺസിലോട് കൂടിയപ്പോ ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ പറഞ്ഞു, അത് അടിമകൾ അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു, അത് പഠിപ്പിക്കുന്നു. അപ്പം ദൈവവചനം ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ദൈവവചനത്തിൽ ഇങ്ങനെയൊന്നും ഒരു കാര്യവും പറഞ്ഞിട്ടില്ല. അപ്പൊ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിലാണ് ഉള്ളത്. സഭ പറയുന്ന കാര്യങ്ങൾ സഭയുടെ കൗൺസിൽ രേഖകളിലുള്ളത്, ക്രീഡുകളിലാണ് ഉള്ളത്. മനസ്സിലായോ? ദൈവം ഒന്നും പറഞ്ഞില്ല, മനുഷ്യരായ സഭയുടെ പ്രമാണിമാർ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഞാൻ വായിച്ചു കേൾപ്പിച്ചത്. അപ്പം ഇവർ പറയുന്ന ഈ കൂദാശകൾ എന്നല്ല, ഈ കൂദാശകൾ എന്ന ഈ വേർഡ് പ്ലേ ഉണ്ടല്ലോ, ഈ വാക്കുകൊണ്ടുള്ള കളി, ഇതിൽ ദൈവവചനത്തിന് യാതൊരുവിധ സ്ഥാനവും ഇല്ല എന്ന് CCCയിൽ നിന്ന് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റും. ഇവർ പറയുന്ന കൂദാശ എന്നത് എന്തോ ഭയങ്കര സംഭവമാണെന്ന് ഇവർ പറയുമ്പോൾ ഇതൊരു വേർഡ് പ്ലേ ആണ്. ഈ വേർഡ്, ഇതുപോലെ പല വേർഡ് പ്ലേ ഉണ്ട് ഇവർക്ക്. ഇവരുടെ ഉപദേശത്തിന്റെ നമ്മൾ ഒരുപാട് അകത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ ഒരു വേർഡ് പ്ലേയിലായിരിക്കും കാര്യം ഇരിക്കുന്നത്. ആ വേർഡിന് പ്രത്യേകിച്ച് ഒരു മീനിങ് കാണും. അത് ഈ ചർച്ച നിർണ്ണയിച്ചിരിക്കുന്ന മീനിങ് മാത്രമേ അതിനുള്ളൂ. അതായത് ഈ കൗൺസിൽ കൂടി തീരുമാനിക്കുമ്പോൾ ക്രീഡിൽ പറഞ്ഞിരിക്കുന്ന ഒരു മീനിങ്, അങ്ങനെ ഒരു മീനിങ് മറ്റൊരിടത്തും കാണത്തില്ല. അങ്ങനെ ഒരു മീനിങ്ങിനെ കുറിച്ച് ലോകത്തിൽ ക്രിസ്ത്യാനികൾക്ക് മുഴുവൻ അജ്ഞാതമായിരിക്കും. പക്ഷെ റോമൻ കാത്തോലിക്ക സഭയ്ക്ക് അങ്ങനെ ഒരു മീനിങ് ഉണ്ടാവും, അങ്ങനെ ഒരു ആശയം ഉണ്ടാവും. അതാണ് ആ ഹ്യൂമൻ ബ്രെയിൻ ക്രിയേറ്റ് ചെയ്ത താന്ത്രികമായ, തന്ത്രപൂർവമായ ചില നിലപാടുകളിൽ നിന്നാണ് ചില വേർഡുകൾ ഉണ്ടാകുകയും ആ വേർഡുകളിൽ ഇവരെ തളച്ചിടുകയുമാണ് ചെയ്യുന്നത്. ഒരു ടെന്റ് ഉയർത്തുമ്പോൾ കുറ്റികൾ അടിച്ച് ചരട് കെട്ടി വലിച്ചു നിർത്തുന്ന പോലെ ചില വേർഡുകൾ അവിടെ ഇവിടെ അടിച്ചിട്ട് അതിൽ കൊണ്ട് കെട്ടിയേക്കാണ്. ആ വേർഡിനെ ചോദ്യം ചെയ്താൽ തീർന്നു പരിപാടി. പിന്നെ അവർക്ക് ആൻസർ ഇല്ല, പിന്നെ തെറിവിളി അങ്ങ് തുടങ്ങും. അപ്പൊ ഇവിടെ ഇവർ പറയുന്ന കൂദാശകൾ എന്ന ഈ വേർഡ് പ്ലേ ദൈവവചനത്തിൽ ഇതിന് ഒരു സ്ഥാനവും ഇല്ലെന്നുള്ളത് CCCയിൽ നിന്ന് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഞാൻ അതിനൊന്ന് ശ്രമിക്കാം. അത് നിങ്ങളുടെ ബുദ്ധിക്കൊന്ന് വെളിവായി വരേണ്ടതിന് വേണ്ടി ഞാൻ CCCയിൽ നിന്ന് തന്നെ 1114 CCC ഞാൻ വായിക്കുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത്, വിശുദ്ധ ലിഖിതങ്ങളുടെ പ്രബോധനത്തോടും അപ്പോസ്തലിക പാരമ്പര്യങ്ങളോടും സഭാപിതാക്കന്മാരുടെ പൊതുസമ്മതത്തോടും ചേർന്ന് നിന്നുകൊണ്ട്, ഏതൊക്കെയാണ്? വിശുദ്ധ ലിഖിതങ്ങൾ എന്ന് പറഞ്ഞാൽ ബൈബിളിന്റെ പ്രബോധനങ്ങൾ, അപ്പോസ്തലിക പാരമ്പര്യം ഒരിടത്തും എഴുതിയിട്ടില്ല. ഇവരിടയ്ക്കിടയ്ക്ക് ഒരു ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കാണ്. ഈ ഒരു റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് തോന്നുന്ന കാര്യം ക്രിയേറ്റ് ചെയ്യുന്ന റൂമാണത്. ഇപ്പൊ പാരമ്പര്യമാണെന്നും പറഞ്ഞ് എന്ത് കാര്യം മുന്നോട്ട് കൊണ്ടുവന്നാലും ആ റൂം വേറെ ആരും കണ്ടിട്ടില്ല. ആ റൂമിൽ എന്തൊക്കെയുണ്ടെന്ന് ആർക്കും അറിയത്തില്ല. ഈ ചർച്ച് എന്ന മഹത്തായ, റോമൻ കത്തോലിക്ക സഭ എന്ന മഹത്തായ പ്രസ്ഥാനത്തിനുള്ളിൽ വത്തിക്കാനിൽ ഒരു റൂമുണ്ട്. ആലങ്കാരികമായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ആ റൂമിന്റെ പേരാണ് സഭയുടെ പാരമ്പര്യം എന്ന റൂം. ഇതിന്റെ താക്കോൽ ഇരിക്കുന്നത് വത്തിക്കാനിലാണ്. അത് മജിസ്റ്റീരിയത്തിന്റെ കയ്യിലാണ്, അത് ഇവരുടെ പ്രമാണിമാരുടെ കയ്യിലാണ്. ആ റൂമിൽ എന്തൊക്കെ ഉണ്ടെന്ന് ലോകത്തിൽ ഒരു റോമൻ കത്തോലിക്കനും അറിയില്ല. നാളെ ഒരു കൗൺസിൽ കൂടിയിട്ട് ഇങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടെന്ന് പറഞ്ഞാൽ ആ റൂം തുറന്നിട്ട് സാധനം ഇങ്ങനെ പുറത്തേക്ക് ഇട്ടാൽ അതും വിശ്വസിക്കണം. മനസ്സിലായോ? ഇതാണ് ഗതികേട്. അത് പരിശോധിക്കാൻ അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടോ
എന്ന് പരിശോധിച്ച് ചെല്ലാൻ യാതൊരു രക്ഷയില്ല. സഭ പറഞ്ഞോ പാരമ്പര്യമാണോ? എന്നാ ഞങ്ങൾ വിശ്വസിച്ചു. എടാ, ഇങ്ങനെ തന്നെയാണോ പാരമ്പര്യം എല്ലായിടത്തും? റോമിൽ മാത്രമല്ലല്ലോ ക്രൈസ്തവർ ഉണ്ടായിരുന്നത്, റോമിലുണ്ടായിരുന്നു, അതുപോലെ നമ്മുടെ ഏഷ്യ മൈനറിലുണ്ടായിരുന്നു, ഏഷ്യയിലേക്ക് വരുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എല്ലാം ക്രൈസ്തവരില്ലേ 1-ാം നൂറ്റാണ്ട് മുതൽ? അപ്പൊ അത് റോമിന്റെ മാത്രം പാരമ്പര്യത്തെ പിൻപറ്റേണ്ടുന്ന ആവശ്യം എന്താ ഉള്ളത്? അങ്ങനെയെങ്കിൽ കിഴക്കൻ സഭകളുടെ പാരമ്പര്യത്തിനും അതിന്റെ പ്രാധാന്യമുണ്ട്. അപ്പൊ ആ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാകണം ചർച്ച്. ഞങ്ങൾക്ക് മാത്രം ഒരു പ്രത്യേക പാരമ്പര്യം ഉണ്ടെന്ന് പറയാം, അത് ഞങ്ങളുടെ കയ്യിൽ മാത്രമുള്ളെന്ന് പറയാൻ വേണ്ടി അത് അടുത്ത മണ്ടത്തരം, അടുത്ത തന്ത്രം. മണ്ടത്തരം എന്ന് പറയുന്നതിന് അടുത്ത തന്ത്രം. അപ്പൊ ഇവിടെ ഈ പറയുന്ന കാര്യം വിശുദ്ധ ലിഖിതങ്ങളുടെ പ്രബോധനവും അപ്പോസ്തലിക പാരമ്പര്യങ്ങളും സഭാപിതാക്കന്മാരുടെ പൊതുസമ്മതത്തോടും ചേർന്ന് നിന്നുകൊണ്ട് പഴയ നിയമത്തിലെ കൂദാശകളെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടവയാണെന്ന് നാം പുതിയ നിയമത്തിലെ കൂദാശകളെല്ലാം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടവയാണെന്ന് നാം ഏറ്റുപറയുന്നു. CCC 1114 ഞാനിപ്പോ വായിച്ചത്. അപ്പൊ പുതിയ നിയമത്തിലെ കൂദാശകളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടവയാണെന്ന് നാം ഏറ്റുപറയുന്നു. ഇത് എന്നാ ഏറ്റുപറഞ്ഞത്? ഇത് ഏറ്റുപറഞ്ഞത് ട്രെന്റ് സുനഹദോസ് 1547 ഈ കൂദാശകളെല്ലാം കർത്താവായ യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന് ഏറ്റുപറഞ്ഞത്. അപ്പൊ ഇവർ എന്തുകൊണ്ടാണ് ട്രെന്റ് സുനഹദോസ് വന്നത്? ട്രെന്റ് സുനഹദോസിന്റെ കാരണം തന്നെ ഒരു ആന്റി നവീകരണം, അല്ലെ നവീകരണത്തിനെതിരെയുള്ള ഒരു എതിർ നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ട്രെന്റ് സുനഹദോസ് വരുന്നത്. അപ്പൊ നവീകരണ പിതാക്കന്മാർ റോമൻ കത്തോലിക്ക സഭയുടെ ആചാരങ്ങളെയും അവരുടെ രീതികളെയും ക്വസ്റ്റ്യൻ ചെയ്യുകയും വിശ്വാസവും നീതീകരണവും ദൈവവചനത്തിൽ അധിഷ്ഠിതമാണെന്നും ആ ദൈവവചനമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിനും വിശ്വാസത്തിനും ആധാരമായിരിക്കുന്നതെന്നും യേശുക്രിസ്തു മാത്രമാണ് രക്ഷയ്ക്ക് കാരണമെന്നും വിശ്വാസം മാത്രം മതി രക്ഷയ്ക്കെന്നും തിരുവെഴുത്ത് മാത്രം മതി ഒരു വ്യക്തിയുടെ രക്ഷയ്ക്കും ജീവിതത്തിനുമെന്നും പഠിപ്പിച്ചപ്പോൾ, കൃപ മാത്രം മതി ഒരു വ്യക്തിക്ക് യേശുവിലേക്ക് വരുവാൻ, രക്ഷിക്കപ്പെടുവാൻ എന്ന് പഠിപ്പിച്ചപ്പോൾ, അതിനെ എതിർക്കുവാൻ മറ്റൊരു മാർഗമില്ലാതെ വന്നപ്പോൾ ട്രെൻഡിൽ വെച്ച് ഇവർ ഏറ്റുപറയേണ്ടി വന്നു, കൂദാശകളും കൂടെ അത് യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അപ്പോ 1547 വരെ കൂദാശകളെ യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന് അറിയില്ലായിരുന്നു ഇവർക്ക്. എന്തുകൊണ്ട് ഇത് ഇങ്ങനെ പറയേണ്ടി വന്നു? നിലനിൽപ്പിന്റെ ആവശ്യമായിരുന്നു. നിലനിൽപ്പാണ് പ്രശ്നം. അപ്പൊ നിലനിൽപ്പിന്റെ പ്രശ്നം വന്നപ്പോൾ ഉണ്ടാക്കപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇത് യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണെന്ന്. യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണോ റോമൻ കത്തോലിക്ക സഭ ആചരിക്കുന്ന കൂദാശകളെല്ലാം? അതാണല്ലോ ട്രെൻഡിൽ വെച്ച് പറഞ്ഞത്. ഇവർ ആചരിക്കുന്ന കൂദാശകളെല്ലാം യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ടതാണോ? അപ്പൊ നമ്മൾ എന്താണ് നോക്കുന്നത്? ഇവരുടെ CCC തന്നെ ഈ വേർഡ് പ്ലേ ദൈവവചനത്തിൽ ഇതിന് സ്ഥാനമില്ല എന്നുള്ളത് ഇവരുടെ CCC തന്നെ തെളിയിക്കുന്നു എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത്. അടുത്ത നമ്പർ നമുക്ക് വായിക്കാം. 1115. CCC 1115. 1115 അല്പം വലുതാണത്. അതിന്റെ ഒന്നിച്ചൊന്ന് വായിച്ചിട്ട് ഞാൻ പിന്നീട് പ്രധാന ഭാഗം എടുത്തു വായിക്കാം. യേശുക്രിസ്തുവിന്റെ വാക്കുകളും പ്രവൃത്തികളും അവിടുത്തെ രഹസ്യ ജീവിതത്തിലും പരസ്യ ശുശ്രൂഷയിലുമുള്ളവ രക്ഷാകരങ്ങളായിരുന്നു. ഓക്കെ, ശരി, നമുക്കതിൽ എതിർപ്പൊന്നുമില്ല, ശരിയാണ്. എന്തെന്നാൽ അവ അവിടുത്തെ പെസഹ രഹസ്യത്തിന്റെ ശക്തിയെ മുൻകൂട്ടി പ്രകടിപ്പിച്ചു. അത് നമുക്ക് സമ്മതിക്കാം. എല്ലാം പൂർത്തിയാക്കപ്പെടുമ്പോൾ സഭയ്ക്ക് അവിടുന്ന് നൽകുവാനിരുന്നത് അവ അറിയിക്കുകയും തയ്യാറാക്കുകയും ചെയ്തു. ആര്? യേശു. സഭയ്ക്ക് നൽകാൻ വേണ്ടി, എല്ലാം പൂർത്തിയാക്കപ്പെടുമ്പോൾ സഭയ്ക്ക് നൽകാൻ വേണ്ടി ഓൾറെഡി കൂദാശകൾ ഇങ്ങനെ തയ്യാറാക്കുകയും ചെയ്തു എന്നാണ് അവർ എഴുതി വച്ചിരിക്കുന്നത്. അടുത്ത സെന്റൻസ് ആണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ തന്റെ സഭയുടെ ശുശ്രൂഷകന്മാരിലൂടെ ക്രിസ്തു പിന്നീട് കൂദാശകളിൽ പ്രദാനം ചെയ്യാൻ ഇരുന്നവയുടെ അടിസ്ഥാനങ്ങളാണ്. എന്തൊരു വളച്ചുകെട്ടിയത് എഴുതിയിരിക്കുന്നത്!
ഇതുപോലെ വളച്ചു കെട്ടുന്നതിന്റെ കാരണം ഇത് വായിക്കുന്ന ഒരുത്തനും പെട്ടെന്ന് മനസ്സിലാകരുതെന്ന് നിർബന്ധമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. ശ്രദ്ധിച്ചു കേട്ടോണം, ഒരിക്കൽ കൂടെ വായിക്കാം. വല്ലതും ആർക്കെങ്കിലും മനസ്സിലായാൽ വലിയ കാര്യമാണ്. ആർക്കും മനസ്സിലാകരുതെന്ന് നിർബന്ധമുണ്ട്, അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ എഴുതുന്നത്. ക്രിസ്തുവിന്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ തന്റെ സഭയുടെ ശുശ്രൂഷകരിലൂടെ ക്രിസ്തു പിന്നീട് കൂദാശകളിൽ പ്രദാനം ചെയ്യാനിരുന്നവയുടെ അടിസ്ഥാനങ്ങളാണ്. വല്ലതും മനസ്സിലായോ? മനസ്സിലാകുന്ന ഭാഷയിൽ ഞാൻ പറയാം. ഇവിടെ എഴുതി വച്ചിരിക്കുന്ന ഇതാണ്: യേശുക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് ജീവിതത്തിൽ താൻ പാലിച്ചു വന്ന ജീവിത രഹസ്യങ്ങൾ അത് പിന്നീട് ഉണ്ടാകുവാനിരിക്കുന്ന സഭയുടെ ശുശ്രൂഷകർക്ക് ദൈവം അല്ലെങ്കിൽ കർത്താവ് കൊടുക്കുന്ന കൂദാശകളുടെ അടിസ്ഥാനം ഐഹിക കാലത്തെ തന്റെ ജീവിത രഹസ്യങ്ങളാണെന്നാണ് ഇവർ എഴുതി വച്ചിരിക്കുന്നത്. ശരിയാണ്. യേശുവിന്റെ ജീവിത രഹസ്യങ്ങളാണ് പിന്നീട് ഇവരുടെ ചർച്ച ഇന്ന് ചെയ്തു വരുന്ന കൂദാശകളുടെ അടിസ്ഥാനം. ഓക്കെ. എന്തെന്നാൽ ബാക്കി ഞാൻ വായിക്കുന്നത്, നമ്മുടെ രക്ഷകനിൽ ദൃശ്യമായിരുന്നത് കൂദാശകളായി പരിണമിച്ചു. അവിടെയാണ് പോയിന്റ്. അപ്പൊ നോക്കണം, ക്രിസ്തുവിന്റെ ജീവിതത്തിലെ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് അവസാനിക്കുന്നതിന് മുമ്പ് പറയാണ്, നമ്മുടെ രക്ഷകനിൽ ദൃശ്യമായിരുന്നത് കൂദാശകളായി പരിണമിച്ചു. അപ്പൊ ജീവിത രഹസ്യമായിരുന്നു, അത് ദൃശ്യവുമായിരുന്നു. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ക്രിസ്തുവിന്റെ ജീവിത രഹസ്യങ്ങൾ അതെങ്ങനെയാണ് ദൃശ്യമായിരിക്കുന്നത്? എന്നാൽ വെളിപ്പെട്ടു എന്ന് പറയുകയാണെങ്കിൽ ഓക്കെ, ജീവിത രഹസ്യങ്ങൾ തിരുവെടുത്തിലൂടെ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാം. എന്നാൽ ജീവിത രഹസ്യങ്ങളായിരിക്കുമ്പോൾ തന്നെ അത് ദൃശ്യമായിരുന്നു എന്ന് പറഞ്ഞാലോ? അവിടെ തെറ്റുണ്ട്. കാരണം പുതിയ നിയമം എഴുതി ലഭിക്കുന്നതിന് മുൻപ് യേശു ജീവിച്ചിരുന്ന സമയത്ത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ അത് രഹസ്യങ്ങളായിരുന്നുവെങ്കിൽ അതിനെ വെളിപ്പെടുത്തുന്ന പുതിയ നിയമത്തിന്റെ റെവലേഷൻസ് ആണ്. പഴയ നിയമത്തിലെ കാര്യങ്ങൾ യേശു ക്രിസ്തുവിടെ എങ്ങനെയെല്ലാം നിറവേറ്റപ്പെട്ടു എന്നുള്ളത് അപ്പോസ്തലന്മാരുടെ എഴുത്തുകളിലൂടെയാണ് അത് വെളിപ്പെടുന്നത്, അല്ലെങ്കിൽ അപ്പോസ്തലന്മാരുടെ പ്രഭാഷണങ്ങളിലൂടെയാണ് അത് വെളിപ്പെട്ടത്. അപ്പൊ രക്ഷകനിൽ ദൃശ്യമായിരുന്നത് കൂദാശകളായി പരിണമിച്ചു. ഈ പരിണമിച്ചു എന്ന് പറയുന്ന വേർഡിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പരിണമിച്ചാണ് ഇന്നത്തെ 7 എന്ന അവസ്ഥയിൽ എത്തിയതെന്ന് ഇവർ പറയാതെ പറയുകയാണ്. അല്ലാതെ ക്രിസ്തുവിൽ ഓൾറെഡി ഉണ്ടായിരുന്ന ജീവിത രഹസ്യങ്ങൾ കൂദാശയായി മാറുകയായിരുന്നു എന്ന് പറയാൻ ഇവർക്ക് ഇപ്പോഴും ധൈര്യമില്ല. അങ്ങനെ CCC പറയുന്നുമില്ല. അതിനു പകരം CCC പറയുന്നത് അത് പരിണമിച്ച് കൂദാശയായി പരിണമിക്കുകയായിരുന്നു, കൂദാശയായി മാറുകയായിരുന്നു. അപ്പൊ എന്താണ് ഇപ്പൊ മനസ്സിലായത്? ഈ 1114 1115 ഒരുമിച്ച് വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനാൽ സ്ഥാപിക്കപ്പെട്ട കൂദാശകൾ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിത രഹസ്യങ്ങൾ തന്നെ പിന്നീട് സഭാ ശുശ്രൂഷകരിലൂടെ കൂദാശകളായി വെളിപ്പെടുകയായിരുന്നു അത്രേ. രക്ഷകളിൽ ദൃശ്യമായിരുന്നവ പിന്നീട് കൂദാശയായി പരിണമിക്കുകയായിരുന്നു. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ, ക്രിസ്തു എന്തൊക്കെ ചെയ്തോ, ക്രിസ്തുവിൽ എന്തൊക്കെ കാണാൻ പറ്റുമോ, ക്രിസ്തുവിന്റെ ജീവിത രഹസ്യങ്ങൾ എന്തോ അത് തന്നെയാണ് കൂദാശകളായി പരിണമിച്ചിരിക്കുന്നത് എന്നാണ് ഇവര് CCCയിൽ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെന്ന് പറയുവാൻ കഴിവുള്ളവരുണ്ടെങ്കിൽ കയറി വരുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് വായിച്ചിട്ട് അതാണ് മനസ്സിലായത്. ഇനി മറ്റൊരു മീനിങ്ങിൽ ഇത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വ്യക്തമാക്കി തരണം. അപ്പൊ ഈ പരിണമിച്ച കാര്യത്തെ കുറിച്ച് നമ്മൾ അങ്ങോട്ട് സഞ്ചരിക്കുന്നതിന് മുൻപ് മറ്റൊരു പ്രധാന കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് വരാം. കത്തോലിക്ക സഭയ്ക്ക് 7 കൂദാശകളാണ്, റോമൻ കത്തോലിക്ക സഭയ്ക്ക് 7 കൂദാശകളാണല്ലോ ഉള്ളത്. ഇത് സഭയുടെ ആരംഭം മുതൽ 1174 വരെയുള്ള കാലഘട്ടത്തിൽ ഈ റോമൻ കത്തോലിക്ക സഭയ്ക്ക് 7 കൂദാശകൾ ഉണ്ടായിരുന്നില്ല. ഇനി സഭയ്ക്കേ 7 കൂദാശ, റോമൻ കത്തോലിക്ക സഭ അങ്ങ് വിട്,
സഭയ്ക്ക് 7 കൂദാശകൾ ഉണ്ടായിരുന്നില്ല. കൗൺസിൽ ഓഫ് ലയനസിൽ വെച്ചാണ്, സെക്കൻഡ് കൗൺസിലാണ് വെച്ചാണ് കൂദാശകൾ 7 എന്ന് നിജപ്പെടുത്തുന്നത്. അപ്പൊ ഇവിടെ ഈ പരിണമിച്ചു എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് മനസ്സിലായോ? പെന്തക്കോസ്റ്റ് ഡേയിൽ ആരംഭിച്ച പുതിയ നിയമസഭയ്ക്ക് 1274 വരെയുള്ള കാലഘട്ടത്തിൽ ഇവർ പറയുന്ന 7 എന്നൊരു സംഖ്യയെ കുറിച്ച് അറിവുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇവർ പറയേണ്ടി വരുന്നു ഇത് പരിണമിച്ച് ഇങ്ങനെ വരികയായിരുന്നു എന്ന്. അതിനു മുൻപ് ഈ 1274 മുൻപ് വരെയുള്ള കാലഘട്ടത്തിൽ വിശുദ്ധ സഭയ്ക്ക് 2 കൂദാശകളെ ഉണ്ടായിരുന്നുള്ളൂ. കൂദാശകൾ എന്ന പേരിൽ ദൈവസഭ 2 കാര്യങ്ങളെ മാത്രമേ ആചരിച്ചിരുന്നുള്ളൂ. ഇപ്പൊ എന്നെ കേൾക്കുന്ന റോമൻ കത്തോലിക്കരായ വിശ്വാസികൾക്ക് ഒരു സംശയം ഉണ്ടാകാം. അപ്പൊ നിങ്ങളുടെ ചർച്ചിന് കൂദാശ ഇല്ലേ? നിങ്ങൾ കൂദാശകളൊന്നും ചെയ്യാത്തവരാണോ? അങ്ങനെ ആ സംശയമുള്ളവർക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച ദൈവസഭയ്ക്ക് 1274 വരെ, 1274 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1250 വർഷത്തിലധികമാണ്. നിസ്സാര പീരീഡ് അല്ല. നിങ്ങളിത് മനസ്സിലാക്കണം. അത്രയും കാലഘട്ടം. ഇതിപ്പോ 2000 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്നിട്ട് പകുതിയിൽ കൂടുതൽ വർഷങ്ങൾ കർത്താവിന്റെ ശരീരമായ സഭയ്ക്ക് 2 കൂദാശകളെ അവർ കൂദാശകളായി പരിഗണിച്ചിരുന്നുള്ളൂ. ഇന്നും ഞങ്ങൾ ഉൾപ്പെടുന്ന ഈ അനാബാപ്റ്റിസ്റ്റുകൾ 2 കാര്യങ്ങളെ കൂദാശയായിട്ട് പരിഗണിക്കുന്നുള്ളൂ. ആദിമ ക്രൈസ്തവർ എന്തിനെയാണോ കൂദാശയായി പരിഗണിച്ചത് ആ 2 കാര്യങ്ങളെ. അതിൽ ഒന്നാമത്തത് സ്നാനം, അഥവാ നിങ്ങൾ മാമോദീസ എന്ന് പറയുന്ന സ്നാനം. ശിശുസ്നാനമല്ല, വിശ്വസിച്ചവരുടെ സ്നാനം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി വിശ്വസിച്ച് യേശുവിനെ ഏറ്റുപറയുന്ന, എന്റെ രക്ഷകനാണ് യേശു എന്ന് ഏറ്റുപറഞ്ഞ് അംഗീകരിക്കുന്ന വിശ്വാസികളുടെ സ്നാനം. ആ സ്നാനവും സഭ കർത്താവ് പഠിപ്പിച്ചതുപോലെ ആചരിച്ചു വരുന്ന കർത്തൃമേശ, അഥവാ നിങ്ങൾ കുർബാന എന്ന് പറയുന്നത് എന്തോ അതിനെ, നിങ്ങളുടെ കുർബാനയെ കുറിച്ച് നമ്മൾ പല റൂമുകൾ ഇട്ടിട്ടുണ്ട്, അവിടെ ബലി നടക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചുകൊണ്ട്. ഇപ്പൊ ഞാൻ ആ വിഷയത്തിലേക്ക് പോകുന്നില്ല. കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. കർത്തൃമേശയും ഈ 2 കാര്യങ്ങൾ മാത്രമാണ് തിരുസഭയ്ക്ക് കർത്താവായ യേശു ക്രിസ്തു താൻ പഠിപ്പിച്ചും തന്നോട് കൂടിയിരുന്ന ശിഷ്യന്മാരെ കൊണ്ട് ചെയ്യിപ്പിച്ചും നമുക്ക് നൽകിയത്. ഏതൊക്കെ? സ്നാനവും കർത്തൃമേശയും. കർത്താവ് തന്റെ ശിഷ്യന്മാരെയുമായിട്ട് ഐനോനിലായിരുന്നപ്പോൾ യോഹന്നാൻ മറ്റൊരു സ്ഥലത്ത് മാനസാന്തര സ്നാനം നടത്തുമ്പോൾ കർത്താവ് തന്റെ ശിഷ്യന്മാരെ കൊണ്ടുപോയി മാനസാന്തര സ്നാനം അല്ലാത്ത മറ്റേതോ സ്നാനം, യേശു നൽകുന്ന സ്നാനം, യേശു അല്ല സ്നാനപ്പെടുത്തി, ശിഷ്യന്മാരാണ് സ്നാനപ്പെടുത്തുന്നത്. അവിടെ പ്രത്യേകം യോഹന്നാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പം വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുന്ന പരിപാടി കർത്താവ് ശിഷ്യന്മാരെ തന്റെ മരണ പുനരുദ്ധാനത്തിന് മുൻപ് തന്നെ ടീച്ച് ചെയ്തു, പഠിപ്പിച്ചു. അപ്പൊ കൂദാശ എന്ന് പറഞ്ഞാൽ ഭൗതികമായ ഒരു വസ്തു കൊണ്ടോ ഒരു പദാർത്ഥം കൊണ്ടോ സഭ നിരന്തരമായി സഭാ കാലഘട്ടം മുഴുവൻ, കർത്താവിന്റെ 2ാം വരവ് വരെയുള്ള കാലഘട്ടത്തിൽ ആചരിച്ചു പോരേണമെന്ന് പുതിയ നിയമം കൃത്യമായി പറയുന്ന 2 കാര്യങ്ങളാണ് വെള്ളം കൊണ്ടുള്ള സ്നാനവും അപ്പവീഞ്ഞുകൾ കൊണ്ടുള്ള മെമ്മോറിയൽ ആയിട്ടുള്ള ഓർമ്മയാചരിക്കുന്ന യേശുവിന്റെ മരണത്തെ പ്രസ്താവിക്കുന്ന കർത്തൃമേശയും. ഈ 2 കാര്യങ്ങളല്ലാതെ മറ്റൊരു കാര്യവും യേശു ഒരു സാധന വസ്തു കൊണ്ടോ ഒരു ഭൗമിക വസ്തു കൊണ്ടോ സഭയോട് ആചരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. അപ്പം രക്ഷകൻ സ്ഥാപിച്ചതും വസ്തുമയമായ സാധനങ്ങൾ കൊണ്ട് പരികർമ്മം ചെയ്യപ്പെടുകയും ചെയ്യണമെന്ന് പറഞ്ഞ് യേശു പഠിപ്പിച്ച 2 കാര്യങ്ങളെ കൂദാശകളായി 1274 വരെയുള്ള കാലഘട്ടത്തിൽ സഭ ആചരിച്ചിരുന്നുള്ളൂ. ഇപ്പൊ കൗൺസിൽ ഓഫ് ലയനസ് 2ാം കൗൺസിലിൽ വെച്ച്, ലയനസിൽ 2ാം കൗൺസിലിൽ വെച്ച് കൂദാശകൾ 7 ആണെന്ന് പറഞ്ഞ് ഇവർ പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കുറെ സഭകളിലെല്ലാം ഇവർ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും കൂദാശയായിട്ട് അന്ന് വരെ പരിഗണിച്ചിരുന്നില്ല. അതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇത് റോമൻ കത്തോലിക്ക പോപ്പിന്റെ അധീനതയിലുള്ള ആളുകൾ കൂടി ഇത് പ്രഖ്യാപിക്കുന്നത് വരെ അങ്ങനെ ഒരു ചിന്താഗതി ആളുകൾക്കില്ല. അവര് വിവാഹം നടത്തുന്നു, അവര് രോഗികൾക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കുന്നു,
മനസ്സിലായില്ലേ? അവര് കർത്താവിനോട് പാപങ്ങളെ ഏറ്റു പറയുന്നു. അപ്പൊ ഇവിടെ ഈ പറയുന്ന കാര്യങ്ങളിലൊന്നും കാത്തലിക് സഭ, റോമൻ കത്തോലിക്ക സഭ എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കൂദാശപരമായ ചിന്താഗതി അന്ന് നിലനിന്നിരുന്നില്ല. മറിച്ച് സഭ പ്രാക്ടീസ് ചെയ്തു പോന്നിരുന്നു. ഇത് കൂദാശയാണെന്നും പറഞ്ഞു കൊണ്ടുവരുന്നത്, ഈ 7 കാര്യം കൂദാശയാണെന്നും പറഞ്ഞു കൊണ്ടുവരുന്നത് പിന്നീടാണ്. അപ്പൊ ഇവര് നമ്മൾ അല്പം മുമ്പ് വായിച്ച CCCയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഈ CCCയില് 1114 മുതൽ 14 1115 വായിക്കുമ്പോൾ അവിടെ അതിന്റെ ക്രക്സ് എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ കർത്താവായ യേശുക്രിസ്തുവിനാൽ സ്ഥാപിതമാക്കപ്പെട്ടതാണ് കൂദാശകളെന്നും പുതിയ നിയമത്തിലെ കൂദാശകളെല്ലാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2, അത് ക്രിസ്തുവിന്റെ ജീവിത രഹസ്യങ്ങൾ രക്ഷകളിൽ ദൃശ്യമായിരുന്നത് കൂദാശകളായി പരിണമിക്കുകയായിരുന്നു എന്ന് CCC 1115 പറയുമ്പോൾ ഞങ്ങളുടെ ചോദ്യം, രക്ഷകനിൽ ഈ 7 കൂദാശകൾ ദൃശ്യമായിരുന്നോ? നിങ്ങൾ പറഞ്ഞല്ലോ, CCC പറയുന്ന അതാണല്ലോ, രക്ഷകനിൽ ഇത് ദൃശ്യമായിരുന്നുവെന്ന്. നിങ്ങൾ പറയുന്ന 7 കൂദാശകൾ രക്ഷകളിലുണ്ടോ? രക്ഷകളിൽ ഇത് ദൃശ്യമായിരുന്നോ? അതാണ് നമ്മളുടെ ചോദ്യം. നമുക്ക് ആ 7 കൂദാശകളുടെ പേരുകളൊന്ന് വായിക്കാം. CCC തന്നെ വായിക്കാം. 1113 വളരെ തന്ത്രപൂർവമായ എഴുത്തുകളാണ് ഇത് മുഴുവൻ. ഞാൻ വായിക്കുകയാണ്. സഭയുടെ ആരാധനാ ജീവിതം മുഴുവനും കുർബാന, കൂദാശകൾ എന്നിവയ്ക്ക് ചുറ്റുമാണ് ഭ്രമണം ചെയ്യുന്നത്. ഓക്കെ, അടുത്ത തന്ത്രം നോക്കി. ഈ കൂദാശകളിൽ പെടുന്ന ഒന്നാണ് കുർബാന. പിന്നെ എന്തിനാണ് കുർബാനയെ സെപ്പറേറ്റ് ചെയ്തും കൂദാശയെ സെപ്പറേറ്റ് ചെയ്തവിടെ എഴുതിയിരിക്കുന്നത്? ഒറ്റ വാക്ക് പറഞ്ഞാൽ പോരെ, സഭയുടെ ആരാധന ജീവിതം മുഴുവൻ കൂദാശകളിൽ ചുറ്റുമാണ് ഭ്രമണം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പോരെ? അങ്ങനെ പറഞ്ഞാൽ ഏക്കില്ല. അടിമകളെ പിടിച്ചു നിർത്താൻ ഏക മാർഗം കുർബാന എന്തോ വേറൊരു സംഭവം കൂദാശയിൽ പെടുന്നത് അല്ല ആണല്ലോ. പിന്നെ എന്തിനാണ് സെപ്പറേറ്റ് ചെയ്തത്? ആ സ്റ്റേറ്റ്മെന്റിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചതിന്റെ കാരണം കുർബാനയുടെ ബേസ്മെന്റ് പിടിച്ചു മാത്രമേ ഇവർക്ക് ഈ കൂദാശകളെ ഈ അടിമകളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എല്ലാവർക്കും യേശുവിനെ വേണേ. യേശുവിനെ ഉണ്ടാക്കുന്ന അപ്പത്തെ യേശുവാക്കുന്ന മാജിക് യൂണിഫോം ഇട്ടവർക്ക് അറിയത്തുള്ളൂ എന്നാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ മാജിക്കിലൂടെ സൃഷ്ടിക്കപ്പെടുന്ന യേശു ഒരിക്കൽ ജീവിതത്തിൽ അകത്തു പോകണമെങ്കിൽ അത് കുർബാനെ, അത് കിട്ടണമെന്നുള്ള ആവേശം ഈ വിശ്വാസികളിൽ ഉണ്ടാകണമെങ്കിൽ ഇത് കൂദാശപരമായ പരികർമ്മത്തിന് വേണ്ടി വിധേയപ്പെട്ട് നിന്ന് കൊടുക്കണം. ഇനി അത് ഇതിനെ പ്രാധാന്യമുള്ളതായി കണക്കാക്കണമെന്ന് ഭയങ്കര നിർബന്ധം. മറ്റു കൂദാശകളെല്ലാം നിങ്ങൾ തള്ളിക്കളഞ്ഞാൽ കുർബാനയാണ് കൂദാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും പറഞ്ഞ് പിന്നെയും ഇവർ പ്രസ്താവന ഇറക്കി മറ്റൊരു കൗൺസിലിൽ. കൂദാശകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുർബാനയാണെന്നും പറഞ്ഞു. ഇന്നും സഭയുടെ അടിമ മക്കൾ അങ്ങനെ വിശ്വസിക്കുകയും മറ്റു കൂദാശകളെ 2ാം തരം കൂദാശയാണെന്ന് സഭ തന്നെ പഠിപ്പിക്കുന്നു. എന്നാണേലും ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ CCC ഒന്ന് വായിച്ചേക്കാം, അതിന്റെ ബാക്കി ഭാഗം. സഭയിൽ 7 കൂദാശകൾ ഉണ്ട്. 1, മാമോദീസ, സ്ഥൈര്യലേപനം അഥവാ മൂറോൻ അഭിഷേകം, കുർബാന, കുംഭസാരം, രോഗീലേപനം, തിരുപ്പട്ടം, വിവാഹം. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഇവര് പറഞ്ഞതനുസരിച്ച് CCC 1115 പ്രകാരം യേശു ക്രിസ്തുവിൽ അഥവാ രക്ഷകനിൽ ഈ 7 കൂദാശകൾ ദൃശ്യമായിരുന്നു എന്നാണ് ഇവർ പറഞ്ഞത്. എന്റെ ചോദ്യം, ഇവർ പറയുന്ന ഈ കൂദാശയ്ക്ക് അടിസ്ഥാനമായി യേശുക്രിസ്തു സ്ഥാപിച്ചു എന്നും യേശുക്രിസ്തുവിൽ ദൃശ്യമായിരുന്നു എന്നും പറഞ്ഞാൽ വേറും കള്ളത്തരം, കൊടുന്നൊണ CCCയിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ ഇത് നുണയല്ലെന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. ഞങ്ങൾക്ക് ഇത് വായിച്ചപ്പോൾ ഇത് നുണയാണെന്ന് മനസ്സിലാകുന്നു. കാരണം ഇതാണ്, ഈ ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരമില്ലെങ്കിൽ ഇത് പക്കാ നുണയാണെന്ന് ഉറപ്പാണ്. ചോദ്യം ഇതാണ്, രക്ഷകനിൽ 7 കൂദാശകൾ ദൃശ്യമായിരുന്നു എന്ന് നിങ്ങൾ പറയുമ്പോൾ യേശുക്രിസ്തു തന്റെ ഐഹിക കാലത്ത് ആരോട് കുമ്പസരിച്ചു? എവിടെ വെച്ച് കുമ്പസരിച്ചു? യേശുക്രിസ്തു പ്രാർത്ഥിച്ചെന്നും പറഞ്ഞുകൊണ്ട് പോരണ്ട. ഞങ്ങൾക്കും അറിയാം യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന്. എന്താണ് കുമ്പസാരം എന്ന കൂദാശ?
എന്താണ് കുമ്പസാരം എന്ന കൂദാശ? CCC തന്നെ പറയുന്ന എന്താണ്? ദൈവത്തിന്റെ പ്രതിപുരുഷനായ പുരോഹിതനോട് വിശ്വാസികൾ തങ്ങളുടെ പാപങ്ങൾ ഏറ്റു പറയുന്നതാണ് കുമ്പസാരം. എന്റെ ചോദ്യം യേശു ആരോടെങ്കിലും പാപം ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ CCC പറയുന്നത് സത്യമാണ്. എന്ത്? യേശു ക്രിസ്തുവിൽ 7 കൂദാശകൾ ദൃശ്യമായിരുന്നു എന്നുള്ളത് സത്യമാകും. പക്ഷെ വിശുദ്ധ തിരുവെടുത്ത് നമ്മോട് പറയുന്നത് അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവൻ പാപം അറിഞ്ഞിട്ടില്ല. പാപങ്ങൾക്ക് വേണ്ടി തനിക്ക് വേണ്ടി യാഗമർപ്പിക്കാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അങ്ങനെയുള്ള യേശു ക്രിസ്തു കുമ്പസരിച്ചോ? യേശു പാപം ഏറ്റു പറഞ്ഞോ? മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് പോട്ടെ, ക്വസ്റ്റനേ ഇല്ല അവിടെ. ദൈവത്തോട് യേശു തന്റെ പാപം ഏറ്റു പറയേണ്ടത് ഗതികേട് യേശുവിന് ഉണ്ടായിട്ടുണ്ടോ? വിഷയം വളരെ വലുതാണ്, ഞാൻ ആ സബ്ജക്റ്റിലേക്ക് കടന്നു പോകുന്നില്ല. പക്ഷെ എന്റെ ചോദ്യം ഇവിടെ റിമെയിൻ ചെയ്യും, ഇവിടെ കിടക്കും. രക്ഷകളിൽ 7 കൂദാശകൾ ദൃശ്യമായിരുന്നു തന്റെ ഐഹിക ജീവിത രഹസ്യത്തിലെന്ന് നിങ്ങൾ പറയുമ്പോൾ, നിങ്ങളുടെ CCC പറയുമ്പോൾ യേശു കുമ്പസരിച്ചു എന്നാണ് നിങ്ങൾ ഇൻഡയറക്ട്ലി പറയുന്നത്. ആ കൂദാശ യേശുവിൽ ദൃശ്യമായിരുന്നു എന്ന്. ഏത് വിധത്തിലാണ് യേശു പാപം ഏറ്റു പറഞ്ഞ് കുമ്പസരിച്ചതെന്ന് ഞങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ട്. അത് നിങ്ങൾക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണിച്ചു തരാൻ കഴിയാത്ത കാലത്തോളം നിങ്ങളുടെ CCC വിളിച്ചു പറയുന്നത് യേശുവിനെ തന്നെ മോശക്കാരനാക്കുന്ന പരിപാടിയാ. നിങ്ങൾ അപഹസിക്കുകയാണ് യേശുവിനെ. പാപം ചെയ്യുകയും മനുഷ്യനായ പുരോഹിതന്റെ മുൻപിൽ ഏറ്റുപറയുകയും ചെയ്യുന്ന പരിപാടിയാണ് കുമ്പസാരമെങ്കിൽ യേശുവിൽ ഇത് ദൃശ്യമായിരുന്നു എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതിൽ പരം ദൈവദോഷമുണ്ടോ? 2, യേശുവിൽ നിങ്ങളുടെ 7 കൂദാശകൾ ദൃശ്യമായിരുന്നുവെങ്കിൽ വിവാഹം യേശുവിൽ എങ്ങനെയാണ് ദൃശ്യമായിരിക്കുന്നതെന്ന് ഞങ്ങൾക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാം. കൂദാശയാണല്ലോ വിവാഹം. കത്തോലിക്ക സഭയുടെ കൂദാശയാണ് കേട്ടോ വിവാഹവും. യേശു വിവാഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്, പക്ഷെ യേശു വിവാഹം കഴിച്ചോ? യേശു ആരുടെയും വിവാഹം നടത്തി കൊടുത്തു? ഇത് രണ്ടുമില്ലല്ലോ. ഇതുപോലെ തന്നെ മറ്റേ കാര്യവും, യേശു ആരുടെയും കുമ്പസരിച്ചോ? യേശു ദൈവമുണ്ടാകെ പോലും തന്റെ പാപം ഏറ്റു പറയാൻ ആവശ്യമുള്ളവനാണോ? അല്ലല്ലോ. തനിക്ക് പാപമില്ലല്ലോ, പിന്നെ എങ്ങനെ ഏറ്റു പറയും? ഇവിടെ അത് തന്നെയാണ്. യേശു കല്യാണം കഴിച്ചിട്ടില്ല, യേശു ആരുടെയും വിവാഹം നടത്തി കൊടുത്തതായിട്ട് വേദപുസ്തകത്തിൽ എങ്ങും റെഫറൻസ് ഇല്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ CCC പറയുകയാണ് യേശുവിൽ ഈ കൂദാശ ദൃശ്യമായിരുന്നു. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ല. എവിടെയാണ് ദൃശ്യമായിരുന്നത്? 3, രോഗീലേപനം. നിങ്ങൾ 7 കൂദാശകളിൽ ഈ രോഗീലേപനം എന്ന് പറയുന്ന കൂദാശ, ഇത് കൂദാശയാണ്, ഇത് യേശു ചെയ്തു എന്നും പറഞ്ഞാ നിങ്ങൾ ഇത് യേശുവിൽ ദൃശ്യമായിരുന്നാ പറഞ്ഞത്. യേശു ഒരുപാട് രോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്. യേശു മണ്ണ് കുഴച്ച് തേച്ചിട്ടുണ്ട്, യേശു വാക്കുകൾ കൊണ്ട് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, യേശു തൊട്ട് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, യേശുവിനെ തൊട്ടവർ സൗഖ്യമായിട്ടുണ്ട്. പല വിധത്തിൽ യേശു സൗഖ്യം കൊടുത്തിട്ടുണ്ട്. നിന്റെ വിശ്വാസം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് യേശു സൗഖ്യം കൊടുത്തിട്ടുണ്ട്, ഇല്ലേ? ഇങ്ങനെയെല്ലാം യേശു സൗഖ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷെ രോഗീലേപനത്തിന് തിരുവെടുത്ത് പറയുന്ന പ്രമാണം യേശു ഒരിക്കലും അനുസരിച്ചിട്ടില്ല, അല്ലെങ്കിൽ യേശു ഒരിക്കലും ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു കാര്യം യേശുവിന് ചെയ്യാൻ സാധ്യമല്ല. അപ്പൊ പിന്നെ ഇത് യേശുവിൽ ദൃശ്യമായിരുന്നു നിങ്ങൾ പറഞ്ഞാലോ? രോഗീലേപനം എന്ന് പറയുന്ന കൂദാശയ്ക്ക് തിരുവെഴുത്ത് വെച്ചിരിക്കുന്ന പ്രമാണം ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഈ പ്രമാണത്തിന്റെ പകുതിയെ കത്തോലിക്ക പുരോഹിതന്മാർ അനുസരിക്കുകയുള്ളൂ. അതാ കുഴപ്പം, അതാ ഇവർക്ക് പിടികിട്ടാത്തത്. പ്രമാണം മുഴുവനായിട്ട് അനുസരിച്ചാൽ ഇത് യേശുവിന്റെ മേൽ ആരോപിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പകുതി പ്രമാണമായിട്ട് നടക്കുന്നത് കൊണ്ടാണ് ഇത്തരം വിഡ്ഢിത്തരങ്ങൾ, അല്ലെങ്കിൽ ഇത്തരം തന്ത്രങ്ങൾ, അത് പറയുന്നത് ശരി. അറിവില്ലാത്തത് കൊണ്ടല്ല കേട്ടോ, ഇത്തരം തന്ത്രങ്ങൾ എടുത്താലേ കത്തോലിക്ക സഭയ്ക്ക് അടിമകളെ പിടിച്ചു നിർത്താൻ പറ്റത്തുള്ളൂ. അതാണ് കാര്യം. ഇത് വലിയ പഠനമൊക്കെ ഉണ്ട്, പക്ഷെ മുഴുവൻ തന്ത്ര. സത്യസന്ധമായി തിരുവെഴുത്തിനെ വ്യാഖ്യാനിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യാൻ ഇവർക്ക് കഴിയില്ല. അങ്ങനെ പഠിപ്പിച്ചു തുടങ്ങിയാൽ സഭ വിട്ട ആളുകൾ ഇറങ്ങിപ്പോകും സത്യം അന്വേഷിച്ച്. എവിടെയെല്ലാം പുരോഹിതന്മാർ സോഷ്യൽ മീഡിയയിൽ സത്യം പറഞ്ഞു, അവരുടെ എല്ലാം വാ പൊത്തിപ്പിടിച്ച ചരിത്രമേ ഇവർക്കുള്ളൂ. അതിൽ പെടുന്ന ഒരു കാര്യമാണ് ഇതും.
നമുക്ക് ആ പ്രമാണം ഒന്ന് വായിക്കാം. രോഗീലേപനത്തിന് തിരുവെടുത്ത് വെച്ചിരിക്കുന്ന പ്രമാണം. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിൽ മൂപ്പന്മാരെ വരുത്തട്ടെ. അത് മൂപ്പന്മാരെന്ന് പറഞ്ഞാൽ പുരോഹിതന്മാരെ ആട്ടെ ഇവര് വരുത്തേണ്ടത്. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എണ്ണ പൂശി പ്രാർത്ഥിക്കണം. ഇതിപ്പോ ഒരാൾ മരിക്കാൻ കിടക്കുകയാണെങ്കിൽ ചെയ്യുന്ന പരിപാടി ഓടിച്ചെന്നിട്ട് എന്താ മധുമകയ്ക്കകത്ത് കയറിയിട്ട് അവിടെ ഷിബുപീഡിയക്കളുടെ വാക്കുകളിൽ പറഞ്ഞാൽ പൊത്തിലിരിക്കുന്ന ഓസ്തി എടുത്തുകൊണ്ട് കൊച്ചച്ഛനോ അല്ലെങ്കിൽ കപ്പ്യാരോ ആരെങ്കിലും ഓടിക്കൊണ്ട് കൊടുക്കും. മരിക്കാൻ കിടക്കുന്ന ആൾക്ക് അവസാനത്തെ കുർബാന വായിലിട്ട് കൊടുക്കുമ്പോൾ അങ്ങ് പോകും, ആള് മരിച്ചോളുമെന്നാണ് പലപ്പോഴും പലരും ചിന്തിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, അത് എന്തും ആകട്ടെ, അതല്ല ഈ പറയുന്നത്. രോഗിലേപനം എന്ന് പറഞ്ഞാൽ രോഗിയായി കിടക്കുന്ന ആൾക്ക് സൗഖ്യം വരേണ്ടതിന് ആ വ്യക്തിയുടെ അടുക്കൽ ചെന്ന് എണ്ണ പൂശി പ്രാർത്ഥിക്കുന്ന കാര്യമാണ് രോഗിലേപനം. അല്ലാണ്ട് അവനെ കൊല്ലാൻ വേണ്ടി കുർബാന കൊടുക്കുന്ന കാര്യമല്ല. അയ്യോ മരിക്കാറായി കേട്ടോ, എന്നാ പിന്നെ അച്ഛൻ വന്നത് പ്രാർത്ഥിച്ചാൽ ഇപ്പൊ ചത്തേനെ എന്ന് പറഞ്ഞ മക്കളല്ല നിൽക്കുന്നത്. അപ്പൊ നേരെ ഉൾട്ടയായി, നേരെ തിരിഞ്ഞു പരിപാടി. അതിനെക്കുറിച്ചല്ല ബൈബിൾ പറയുന്നത്. ബൈബിൾ പറയുന്നത് രോഗിയായ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവൻ സഭയിലെ അധ്യക്ഷന്മാരെ മൂപ്പന്മാരെ വരുത്തി അവർ എന്ത് ചെയ്യണം? ഞാൻ വായിക്കുന്ന വാക്യം ശ്രദ്ധിക്കുക. എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവിടെ നിർത്തരുത്. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അടുത്ത വാക്കും കൂടെ ചേർത്ത് വായിക്കണം. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. നിർത്തരുത്. 16-ാമത്തെ വാക്യം കൂടെ ചേർത്ത് വായിക്കണം. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അപ്പോ രോഗിലേപനവുമായിട്ട് ചെല്ലുന്ന അച്ഛനോ പാസ്റ്ററോ മൂപ്പനോ അധ്യക്ഷനോ എന്ത് ചെയ്യണം? അന്യോന്യം പാപം ഏറ്റുപറഞ്ഞും കൂടെ പ്രാർത്ഥിക്കണം. എന്നിട്ട് വേണം ഈ രോഗിക്ക് വേണ്ടി എണ്ണ പൂശി പ്രാർത്ഥിക്കാൻ. അല്ലാണ്ട് കുർബാന ഓടിക്കൊണ്ട് വായിലിട്ട് കൊടുത്തേച്ച് കൊച്ചച്ഛൻ തിരിച്ച് വീട്ടിലേക്ക് പോരുന്ന പരിപാടി അല്ലത്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്നത് രോഗീലേപനത്തിന് പോകുന്ന സഭയുടെ മൂപ്പനോ അധ്യക്ഷനോ, നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ പുരോഹിതനോ, അദ്ദേഹം അവിടെ ചെന്ന് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അന്യോന്യം പാപം ഏറ്റുപറയുകയും ചെയ്തു വേണം അത് ചെയ്യാൻ. അപ്പൊ എന്റെ ചോദ്യം, 7 കൂദാശകളിൽ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്ത് ഇത് ദൃശ്യമായിരുന്നുവെന്ന് നിങ്ങൾ പറയുമ്പോൾ യേശു ആരുടെ മുന്നിലാ സ്വന്തം പാപം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചത് രോഗിക്ക് വേണ്ടി? ഏത് രോഗിയോടാ? എടാ കൊച്ചെ, ഞാനൊരു വലിയ തെറ്റ് ചെയ്തു പോയി, എന്നോട് നീ ക്ഷമിക്കണം, നിന്നോട് ഞാനും ക്ഷമിച്ചിരിക്കുന്നു, നിനക്ക് സൗഖ്യം വരട്ടെ എന്ന് യേശു ആരോടെങ്കിലും എപ്പോഴേലും പറഞ്ഞോ? ഞാൻ ഇന്നുവരെ ബൈബിളിൽ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്, നിങ്ങൾ ഈ 7 കൂദാശ എന്ന് പറഞ്ഞ് ഈ 1274 നിജപ്പെടുത്തി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലിസ്റ്റ് ഔട്ട് ചെയ്തതിനു ശേഷം അത് ഇന്നതൊക്കെയാണെന്ന് നിങ്ങൾ നിജപ്പെടുത്തിയപ്പോൾ അത് യേശുവിൽ സ്ഥാപിച്ചതാണെന്നും യേശുവിൽ ദൃശ്യമായിരുന്നു എന്നും പറയുമ്പോൾ യേശുവിൽ ഇത് ഞങ്ങൾ കാണുന്നില്ലെന്നേ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? CCC തന്നെ ഇത് തിരുവെഴുത്തിൻ പ്രകാരമുള്ള പ്രസ്താവനകളാലല്ല ഇവർ കൂദാശകളെ സ്ഥാപിച്ചിരിക്കുന്നത്. പിന്നെയോ കത്തോലിക്ക സഭയുടെ പ്രമാണിമാർക്ക് ഇങ്ങനെ തോന്നി. അടിമകളെ പിടിച്ചു നിർത്താൻ വേണ്ടി അവരിറക്കിയ ഒരു തന്ത്രം. ആ തന്ത്രം നിങ്ങൾ CCC ഏത് അധ്യായം വായിച്ചാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ കൂദാശകളെ സംബന്ധിച്ചുള്ള അധ്യായം വായിച്ച വലിയ പാടാണ് അത് മനസ്സിലാക്കുക. കാരണം ഇതിങ്ങനെ വളച്ച് തിരിച്ച് കറക്കി എഴുതിയിരിക്കുന്നത്. വായിക്കുന്നവർ ഒറ്റ അടിമയ്ക്ക് മനസ്സിലാകരുതെന്ന് ഭയങ്കര നിർബന്ധമുണ്ട്. അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എന്നെ കേൾവിക്കാരൻ, നിങ്ങൾക്ക് കാര്യം, ഇവരുടെ വാദം അതിൽ തന്നെ പൊളിഞ്ഞില്ലേ? കൂദാശ യേശു സ്ഥാപിച്ചതാണെന്നും യേശുവിൽ ദൃശ്യമായിരുന്നുവെന്നും യേശുവിൽ ഇത് ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് പറ്റുന്നില്ല. ഈ കൂദാശകളിൽ 3 എണ്ണം, ഏറ്റവും കുറഞ്ഞത് 3 എണ്ണം. ബാക്കിയുള്ളവയെ ഞാൻ മാറ്റി കളഞ്ഞതിന്റെ കാരണം അത് നിങ്ങൾ വ്യാഖ്യാനപരമായിട്ട് അത് ഉണ്ട് എന്ന് നിങ്ങൾ കൊണ്ടുവരും. അതുകൊണ്ട് മാത്രം ഞാൻ മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഞങ്ങൾക്കറിയാം, തിരുവെഴുത്ത് വളരെ വ്യക്തമാണ്. 2 കൂദാശകൾ അത് സഭയ്ക്കുള്ളതാണ്. അത് നിരന്തരമായി പ്രാക്ടീസ് ചെയ്യുന്നതാണ്, ചെയ്യപ്പെടേണ്ടതാണ്. അപ്പൊ വീണ്ടും ചോദ്യം, അപ്പോൾ പിന്നെ എന്താണ് ഈ കൂദാശ?
യേശുവിൽ കണ്ടെത്താൻ പറ്റുന്ന കാര്യമല്ലെന്ന് ബോധ്യപ്പെട്ടില്ലേ? യേശുവിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങൾ ദൃശ്യമായിരുന്നു എന്ന് പറയുന്ന പച്ചക്കള്ളമാണെന്ന് ബോധ്യപ്പെട്ടില്ലേ? ഏഹ് അപ്പൊ പിന്നെ എന്താ കൂദാശ? ആ അതാണ് ഞാൻ ഈ പറഞ്ഞത്. ഇത് അടിമകളെ അടിമകളാക്കി നിർത്താനുള്ള തന്ത്രമാണ്. നിന്റെ തലമുറകളെ മുഴുവൻ റോമിന്റെ അടിമകളാക്കുവാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് കൂദാശ എന്ന വേർഡ്. തിരുവഴുത്തിൽ അതിന് യാതൊരു പ്രമാണവും ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, സ്നാനമില്ലേ? ആ സ്നാനമുണ്ട്, പക്ഷെ അത് കൂദാശയാന്ന് ആ കൂദാശ ചെയ്യേണ്ടത് വിശ്വസിച്ചവരെയാണ്. സഭ ആരാണോ സഭയുടെ ഉത്തരവ് അവര് ചെയ്തോളും. കുർബാനയുണ്ടോ? കുർബാനയുണ്ട്. ഇത് കൂദാശ എന്ന് ബൈബിളിൽ പറഞ്ഞിട്ടില്ല. നിരന്തരമായി അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കർമ്മമാണ്. ശരി, അതിന് നിങ്ങൾ കൂദാശ എന്ന് വിളിച്ചോ. കുംഭസാരം ഉണ്ടോ? കുംഭസാര കൂദാശയാന്ന് പറഞ്ഞ് മനുഷ്യനോട് പാപം ഏറ്റുപറയുന്ന ഒരു കാര്യം ബൈബിളിൽ തന്നെ ഇല്ലെന്നേ. പുതിയ നിയമസഭ മനുഷ്യനോട് പാപം ഏറ്റുപറയാൻ ബൈബിൾ ഒരിടത്തും പറയുന്നില്ല. അതല്ലേ ഇവിടുത്തെ കുഴപ്പം. അത് ഓറൽ ട്രഡീഷൻ ആണ്. ഓറൽ ട്രഡീഷൻ കയ്യിൽ വെച്ചോണ്ട് യേശുവിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ആരംഗീകരിക്കും? പക്ഷെ ഓറൽ ഓറൽ ട്രഡീഷൻ ട്രഡീഷൻ ആണ്. കയ്യിലേക്ക് പക്ഷെ വെച്ചാൽ മതി. ഞങ്ങൾ കാണിച്ചെടുത്തില്ല, കാണിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തുമില്ല. അല്ലെന്നേ, നിങ്ങൾ എന്നാ പിന്നെ CCCയിലെ 1115 എഴുതി വെച്ചിട്ടില്ലേ ക്രിസ്തുവിൽ ദൃശ്യമായിരുന്നു കൂദാശയെന്ന്? ഓറൽ ട്രഡീഷൻ ആണെങ്കിൽ നിങ്ങൾ കാണിച്ചു തന്നെ ക്രിസ്തുവിൽ ഇത്. ക്രിസ്തുവിലുള്ള ഓറൽ ട്രഡീഷൻ ബൈബിളിൽ ഇല്ലാത്തതായിട്ടുള്ള കുറച്ച് കാര്യം ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് കയ്യിൽ പിടിച്ചാൽ മതി. ഞങ്ങൾക്കും അറിയത്തില്ല. അപ്പൊ ഞാൻ ഒരു കുറച്ച് കാര്യം കൊണ്ടൊന്ന് വായിച്ചിട്ട് ഞാനത് അവസാനിപ്പിക്കാം. അപ്പൊ പിന്നെയും ചോദ്യം ശേഷിക്കണേ, എന്താണ് ഈ കൂദാശ? ജോസഫ് മാണിപ്പറമ്പിൽ അച്ഛൻ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇദ്ദേഹത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ. ഇദ്ദേഹം വളരെ സത്യസന്ധനായ ഒരു പുരോഹിതനാണ്. കാത്തലിക്സിനിടയിൽ അത്യാവശ്യം വചനമൊക്കെ അറിയുകയും വചനം പോലെ പ്രസംഗിക്കാൻ താല്പര്യപ്പെടുകയും കൂടുതൽ പെന്തക്കോസുകാർക്കിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ കൊട്ടൊക്കെ കൊടുക്കുകയും ഒരു വെല്ലുവിളി നടത്തുകയും ഒരു കള്ളച്ചിരിയൊക്കെ ചിരിക്കുന്ന ഒരു പുരോഹിതനാണ് ഈ ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ. അച്ഛൻ കൂദാശകളെ സംബന്ധിച്ച് എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അച്ഛൻ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അച്ഛൻ ഇതൊന്ന് ഈ കൂദാശ എന്താണെന്നത് പറഞ്ഞ് ഈ വിശ്വാസികളെ ഒന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി വളരെ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ വിഫലമാണ് ശ്രമം. അടിമകൾക്ക് മാത്രം അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. വിമർശനാത്മക ബുദ്ധിയിൽ വായിക്കുന്ന ആർക്കും അച്ഛൻ പറയുന്ന ഒരു കാര്യത്തെ അംഗീകരിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ചില കാര്യങ്ങളൊന്ന് വായിക്കാം. വളരെ കോമഡിയാണ്. അദ്ദേഹം പറയുന്നത് എന്താണ് കൂദാശ എന്നൊരു ഹെഡിങ് തന്നെയുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ. 18ാമത്തെ പേജ് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. കൂദാശ എന്ന പദം സുറിയാനി ഭാഷയിലുള്ളതാണ്. ഈ പദത്തിന് തത്തുല്യമായ അർത്ഥമുള്ള കദഷ എന്ന പദം ബൈബിളിലുണ്ട്. ഞാൻ ഈ അച്ഛന്റെ ഈ പുസ്തകം വായിക്കുന്നതിന് കാരണം ഈ പുസ്തകം ചുമന്നുകൊണ്ട് ആരും കയറി വരാതിരിക്കാൻ വേണ്ടിയാ. നമ്മള് നിങ്ങൾക്ക് സ്പീക്കേഴ്സ് പാനലിലേക്ക് ചർച്ചയ്ക്ക് കയറി വരുമ്പോൾ ഈ പുസ്തകത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യവുമായിട്ട് നിങ്ങൾ കയറി വരണ്ട, വന്നിട്ട് കാര്യമില്ല എന്ന് നിങ്ങളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കൂടെ ഇത് ഞാൻ വായിക്കുന്നത്. അപ്പൊ ഇതും എടുത്തിട്ട് വന്ന് വായിച്ചാൽ ഇപ്പൊ ഉത്തരവായെന്ന് വിചാരിച്ച ആരും ഇങ്ങ് പോരണ്ട. അതിന് മറുവശം ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നു. അപ്പൊ ഞാനൊന്ന് വായിക്കാം. കൂദാശ എന്ന പദം സുറിയാനി ഭാഷയിലുള്ളതാണ്. ഈ പദത്തിന് തത്തുല്യമായ അർത്ഥമുള്ള കദഷ എന്ന പദം ബൈബിളിലുണ്ട്. എവിടെയാണെന്ന് റെഫറൻസ് ഇല്ല കേട്ടോ, ഉണ്ടെന്ന് അച്ഛനങ്ങ് തട്ടിയേക്കുക. ഓക്കെ. ബൈബിളിൽ ഹീബ്രു ഭാഷയിൽ മുറിച്ചു മാറ്റുക എന്ന അർത്ഥമാണ് അതിനുള്ളത്. മുറിച്ചു മാറ്റുക, സെറ്റ് അപ്പാർട്ട് എന്ന വേർഡിനെയാണ് അദ്ദേഹം മുറിച്ചു മാറ്റുക എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഇവിടെ എഴുതിയിട്ടില്ല, ഞാൻ മനസ്സിലാക്കുകയാണ് അങ്ങനെ. ഓക്കെ. ഈ ഇതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഖോദേഷ് കറക്റ്റാണ് അച്ഛൻ പറയുന്ന ഹീബ്രു വേർഡ്. വിശുദ്ധീകരിക്കുക എന്ന വേർഡ് ആണത്. അതിൽ സെറ്റ് അപ്പാർട്ട് എന്നുള്ള അർത്ഥമുണ്ട്. എന്നീ പദങ്ങൾക്ക് വിശുദ്ധി എന്നാണ് അർത്ഥം. അത്രയും അച്ഛൻ പറഞ്ഞത് ശരിയാണ്. അശുദ്ധവും മലിനവുമായവയിൽ നിന്നും വേർതിരിക്കപ്പെട്ടത് അഥവാ മുറിച്ചു മാറ്റപ്പെട്ടത് എന്ന അർത്ഥത്തിൽ കദഷ് എന്ന പദത്തിൽ നിന്നോ, ശ്രദ്ധിച്ചോണം, ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുപറ്റുന്നു എന്ന അർത്ഥത്തിൽ കാദേശ് അല്ലെങ്കിൽ കൊദേശ് എന്നീ പദങ്ങളിൽ നിന്നോ കൂദാശ എന്ന പദം ഉരുത്തിരിഞ്ഞിരിക്കാം. എന്താണ്? ഉരുത്തിരിഞ്ഞിരിക്കാം. അച്ഛനും ബോധ്യമൊന്നുമില്ല, ഉറപ്പൊന്നുമില്ല. അങ്ങനെ ആകാം, മേ ബി. അടുത്തത്, മാത്രമല്ല കൂദാശു എന്ന അക്കാഡിയൻ പദത്തിന് തിളങ്ങുക, പ്രകാശിക്കുക എന്ന അർത്ഥമുണ്ട്. ഇതിൽ നിന്നും ശുദ്ധീകരണ കർമ്മം വേർതിരിക്കലാണെന്നും വേർതിരിക്കപ്പെട്ടത് ദൈവത്തിന്റെ പരിശുദ്ധിയോട് ഒന്നിപ്പിക്കുന്നതാണെന്നും അനുമാനിക്കാം. അനുമാനം മാത്രമാണ്, അച്ഛൻ ഉറപ്പൊന്നുമില്ല.
അപ്പൊ എന്താണ് കൂദാശ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ പറയുന്നത് ഉരുത്തിരിഞ്ഞതാകാം, അനുമാനിക്കാം. അപ്പൊ ഈ വേർഡിന്റെ എറ്റിമോളജി എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്ന് പോലും റോമൻ കത്തോലിക്കരുടെ ഇടയിൽ അത്യാവശ്യം ബൈബിൾ നന്നായിട്ട് പഠിപ്പിക്കുന്ന പുരോഹിതനായ ഇദ്ദേഹത്തിന് പോലും കൃത്യമായ നിശ്ചയമൊന്നുമില്ല. എന്തെങ്കിലും റോമിൽ പഠിപ്പിച്ചിരുന്നുവെങ്കിൽ ഇദ്ദേഹം അത് നമ്മളോട് പറയുമായിരുന്നു. കാരണം ഇദ്ദേഹം വിദേശത്തൊക്കെ പോയി നന്നായിട്ട് പഠിച്ചു വന്ന ഒരു മനുഷ്യനാണ് കേട്ടോ. തീർച്ചയായിട്ടും ഇദ്ദേഹം അത് അറിയാതെ പോകാൻ ഒരു തരവുമില്ല. പക്ഷെ ഇദ്ദേഹത്തിന് പോലും അത് സംബന്ധിച്ച് കൃത്യമായി എന്താണ് കൂദാശ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. ഇനി ബാക്കി കേട്ടോളൂ, ഈ വേർഡിന്റെ എറ്റിമോളജി സംബന്ധിച്ച് അദ്ദേഹത്തിന് അറിയില്ല. അടുത്തത് ഇദ്ദേഹം പറയുന്നത് കൂദാശ അടയാളമാണ്. കേൾക്കണോ? അത് കൂദാശ എന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായി വ്യക്തിയെ മലിനമായതിൽ നിന്നും അകറ്റി ദൈവത്തിന്റെ പരിശുദ്ധിയിൽ പങ്കുകാരാക്കുന്ന ദൃശ്യമായ അടയാളമാണ് കൂദാശ. ഉണ്ടാ, കൂദാശ അടയാളമാണ്. ഇത് പണ്ട് അടയാളം ടൈറ്റസ് പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇതെങ്ങനെ അടയാളമാകുക? CCC പറയുന്നത് കൂദാശയുടെ അടയാളമായിട്ട് പാട്ട്, തിരികത്തിക്കല്, ധൂപം കാട്ടല്, ഇപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അവർ അടയാളമായിട്ട് പറയുന്നത്. അച്ഛനെ കൊണ്ടുവന്നിട്ട് വേർതിരിക്കുന്ന, മലിനമായതിൽ നിന്ന് അകറ്റി വേർതിരിക്കുന്നതാണ് കൂദാശ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്ത് അടയാളമാണ് കൂദാശ തരുന്നത്? കൂദാശ അടയാളമാണ്. അടുത്ത അച്ഛൻ പറയുന്നത് ദൈവീക രഹസ്യമാണെന്നാണ് അടുത്തത്. കേൾക്കണോ? ഭൂതകാല സംഭവങ്ങളായ ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങളെ ഇതാ മുമ്പേ നമ്മൾ CCC അതിനെ ബേസ് ചെയ്ത് അച്ഛൻ എഴുതിയിരിക്കുന്നത്. അനുഷ്ഠാന വിധികളിലൂടെ വർത്തമാനകാലത്ത് സന്നിഹിതമാക്കുകയും അവയിൽ പങ്കുകൊള്ളുന്നവരിൽ പവിത്രീകരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരം ചൊരിയപ്പെട്ട് ദൈവിക ജീവനും രക്ഷയും പ്രദാനം ചെയ്യുന്ന ദൈവിക രഹസ്യമാണ് കൂദാശ. കൂദാശ രഹസ്യമാണ്, ദൈവിക രഹസ്യമാണ്. അപ്പൊ ശരിക്കും രഹസ്യമാണ് ഇവർക്ക് ആർക്കും ഒന്നും അറിയാൻ പറ്റത്തില്ലല്ലോ. എന്നാലും കൂദാശയാണെന്ന് ഞങ്ങൾക്കറിയാം, ഇത് രഹസ്യമാണെന്നും അറിയാം. അടുത്തത് ഉടമ്പടിയാണ് കൂദാശ. അത് കേട്ടോ, അത് ഭയങ്കര രസമാണ്. ദൈവത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ടതും വിലപ്പെട്ടതുമായ ദാനമായ ജീവൻ തന്നെ മനുഷ്യനുമായി പങ്കുവെക്കുന്ന നിമിഷമാണ് കൂദാശ. അതിനാൽ കൂദാശ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ്. പക്ഷെ ഇവര് പറയുന്നത് ഈ ദൈവം മനുഷ്യനുമായിട്ട് തന്റെ ജീവൻ അഥവാ നിത്യജീവൻ പങ്കുവെക്കുന്ന നിമിഷം ഈ കുർബാനയെ കുറിച്ച് അച്ഛൻ അവിടെ ഇൻഡയറക്ട്ലി സൂചിപ്പിക്കുന്നത്. എന്നിട്ട് പറയുക അതിനാൽ കൂദാശ ദൈവവും മനുഷ്യനും ഉടമ്പടിയാണ്. മനസ്സിലായോ? വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ച് നിത്യജീവൻ പ്രാപിക്കേണ്ടുന്ന മനുഷ്യരെ അപ്പം തിന്നാൽ യേശു ഉള്ളിൽ വരുമെന്ന് പഠിപ്പിക്കുന്ന ഗതികെട്ട അവസ്ഥയിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നത് ഇത്തരം തിരുവെഴുത്ത് വിരുദ്ധമായ കൂദാശ എന്ന പേരിൽ ഈ വേർഡ് പ്ലേയിലാണ്. എന്നിട്ട് പറയാണ് ഇത് ഉടമ്പടിയാണ്. പുതിയ നിയമത്തിൽ വിശ്വാസികൾക്ക് പുതിയ നിയമത്തിന്റെ ഉടമ്പടി അല്ലാതെ മറ്റൊരു ഉടമ്പടി കൂദാശയാൽ ഉണ്ടെന്ന് ബൈബിളിൽ നിന്ന് ഒരു റെഫറൻസ് കാണിച്ചു തന്നാൽ വലിയ ഉപകാരമായിരുന്നു. അച്ഛന്റെ കോമഡി ഉണ്ട്, അടിപൊളി കോമഡിയാണ്. ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. 21-ാമത്തെ പേജിലാ. ശ്രദ്ധിച്ചു കേട്ടോണം കേട്ടോ, കത്തോലിക്കരൊക്കെ ശ്രദ്ധിച്ചു കേട്ടോണം. ഈ പുസ്തകം ബിഷപ്പിന്റെ ആശീർവാദവും പബ്ലിഷ് ചെയ്യുവാൻ സഭയുടെ അനുമതിയും ഉള്ള പുസ്തകമാണ്. ആരെങ്കിലും എഴുതിയ ഏതെങ്കിലും പുസ്തകം എന്ന് പറഞ്ഞ ഒരു കത്തോലിക്കലും ചർച്ചയ്ക്ക് മുകളിലേക്ക് കയറി വരരുത്. ആരെങ്കിലും എഴുതിയ ഏതെങ്കിലും പുസ്തകമല്ല കേട്ടോ. ഇത് ഇരിഞ്ഞാലക്കുട ബിഷപ്പ് ഹൗസ് നിഖിലോ ഒബ്സ്റ്റാറ്റ് കൊടുത്തിരിക്കുന്നതും ഇംപ്രിമേച്ചർ ജെയിംസ് പഴയാട്ടിൽ ബിഷപ്പ് ഇരിങ്ങാലക്കുട കൊടുത്തിരിക്കുന്നതുമായ പുസ്തകമാണ്. നിങ്ങളുടെ സഭ അറിഞ്ഞ് പ്രസിദ്ധീകരിച്ച പുസ്തകമാണ്. വളുവായിത്തരം പറയാൻ കയറി വരരുത് ഈ പുസ്തകത്തെ കുറിച്ച്. ഇപ്പൊ ഇനി വായിക്കുന്നത് ശ്രദ്ധിച്ചു കേട്ടോ. അച്ഛൻ വളരെ സത്യസന്ധനാണെന്ന് ഞാൻ പറയുന്നതിന്റെ കാരണം ഇതാ. സഭാചരിത്രം പരിശോധിച്ചാൽ 7 കൂദാശകളെ കുറിച്ച് സഭയ്ക്ക് ബോധ്യം ഉണ്ടാവുകയും അവ അനുഷ്ഠിച്ചു തുടങ്ങുകയും ചെയ്തത് വളരെ നീണ്ട കാലയളവിനുള്ളിലാണെന്ന് കാണാം. കാര്യം മനസ്സിലായോ? 7 കൂദാശ ഉണ്ടെന്നുള്ള കാര്യം സഭയ്ക്ക് ബോധ്യപ്പെട്ടത് കുറെ കാലം കഴിഞ്ഞാണ്. അടുത്തത് യേശുവിന്റെ ഉദ്ധാനാനന്തരം തൊട്ടടുത്ത കാലത്ത് സഭയ്ക്ക് ബോധ്യമുണ്ടായിരുന്നതും അനുഷ്ഠിച്ചു പോന്നതും മാമോദീസയും കുർബാനയും മാത്രമാണ്. ജോസ് മാണിപ്പറമ്പിലച്ചോ, ഇത് നിങ്ങളുടെ അടിമകളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കണം കേട്ടോ.
ഈ പുസ്തകമൊക്കെ അവരോടൊന്ന് വായിക്കാൻ പറയണം. ഞങ്ങൾക്കെതിരെ പറയാനാണെങ്കിൽ പോലും ഇതൊക്കെ വായിച്ചിട്ട് വരാൻ പറയണം. അപ്പൊ ദീർഘകാലത്തിന് ശേഷമാണ് ഈ 7 കൂദാശ വന്നത്. അതിനു മുൻപ് 2 കൂദാശകളെ ഉണ്ടായിരുന്നു എന്നുള്ളത് റോമൻ കത്തോലിക്ക സഭയുടെ ആധികാരികമായ പുസ്തകം പറയുക. ഇത് ഞങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കും. നിങ്ങളുടെ അച്ഛന്മാര് പറയുന്നെങ്കിൽ കേക്കടാ മക്കളെ നിങ്ങള്. ബാക്കി കേട്ടു. AD 1150 വരെ നീളുന്ന ഒരു കാലയളവിനുള്ളിലാണ് മറ്റു കൂദാശകളെ കുറിച്ച് സഭയ്ക്ക് ബോധ്യമുണ്ടായത്. അപ്പോ എവിടെ കിടക്കുന്നു ഞാൻ പറഞ്ഞത്, ആദ്യം പറഞ്ഞ കാര്യം? കൗൺസിൽ ഓഫ് ലയനസ്, സെക്കൻഡ് കൗൺസിൽ ഓഫ് ലയനസിൽ വെച്ചാണ് ഇവർക്ക് ഈ ബോധ്യം വന്നത്. അതുവരെ ഇവർക്ക് ഈ ബോധ്യം ഉണ്ടായിരുന്നില്ല. ബോധ്യം ഉണ്ടാവുകയും കൂദാശകൾ എന്ന നിലയ്ക്ക് അവ അനുഷ്ഠിച്ചു തുടങ്ങുകയും ചെയ്തു. ഏത്? 1150 ശേഷം എന്നാണ് ജോസ് മാണിപ്പറമ്പിൽ അച്ഛൻ തന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ 1150 മുൻപ് ഈ 7 കൂദാശ എന്ന് പറയുന്ന പരിപാടി ഉണ്ടായിരുന്നില്ല. കൗൺസിൽ എന്നായിരുന്നു? 1274. അപ്പൊ ഏകദേശം 100-150 വർഷത്തോട് അടുത്തപ്പോഴാണ് ഇവർ 7 കൃത്യമായ കണക്കൊക്കെ ആയിട്ട് കൗൺസിൽ കൂടിയത്. അതിനു മുമ്പ് ഒരു 150 വർഷം മുമ്പ് തൊട്ടാണ് 7 പരിപാടി ആരംഭിച്ചത്. അതുവരെ 2 ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞങ്ങളുടെ ഈ ആദ്യകാല ക്രൈസ്തവരുടെ ആചാരങ്ങളോടും ആ കാര്യങ്ങളോടുമാണ് തിരുവെഴുത്ത് നീതി പുലർത്തുന്നത്. അതേ തിരുവെഴുത്തിൽ കാണാനുള്ളൂ. അതുകൊണ്ട് കൂദാശ എന്ന പേരിൽ ഇനിയും റോം വേറെ പലതും കൊണ്ടുവന്നിരിക്കും കാലം മുന്നോട്ട് പോകുമ്പോൾ. യന്ത്രമനുഷ്യരൊക്കെ ജീവനുള്ളവരായിട്ട് പരിഗണിച്ച് അവയെ സ്നാനപ്പെടുത്താന്ന് പറഞ്ഞാൽ ഇപ്പൊ പട്ടിയെ സ്നാനപ്പെടുത്തുന്ന പരിപാടി വരെ എത്തിയിട്ടുണ്ട് ചില യൂറോപ്യൻ ചർച്ചസിൽ. ഇനി അതും കൂദാശയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. മനസ്സിലായില്ലേ? അതുകൊണ്ട് നാളെ ഇത് 8ാമത്തെ കൂദാശയാണെന്ന് വേറെ വല്ല പരിപാടിയും കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് അംഗീകരിക്കേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് തിരുവെഴുത്തിൽ എന്തുണ്ടോ അതാണ് പ്രമാണം, അതാണ് ദൈവീക പ്രമാണം. കൗൺസിൽ കൂടുന്ന മനുഷ്യർ വല്ലതൊക്കെ വിളിച്ചു പറയും, അതിൽ ശരിയുള്ളത് അംഗീകരിക്കണം, വചനത്തോട് ചേരുന്നെങ്കിൽ അല്ലാത്ത തള്ളിക്കളയും. മാണിപ്പറമ്പിൽ അച്ഛന്റെ ആത്മാർത്ഥത തീർന്നിട്ടില്ല, അതുകൊണ്ടത് വായിക്കാം കേട്ടോ. അപ്പൊ തുടങ്ങുകയും ചെയ്തത്, അതായത് യേശുവിന്റെ ജീവിതത്തിലെ ചില നിർണായക ഘട്ടങ്ങളിൽ 7 കൂദാശകൾ സ്ഥാപിക്കപ്പെട്ടുവെന്ന് ആധുനിക സഭയ്ക്ക് ധാരണയില്ലായിരുന്നു എന്ന് വേണം കരുതാൻ. എന്ന് പറഞ്ഞ് ഇപ്പോഴും ഇവർക്ക് ധാരണ ഉണ്ടായെന്ന്. റോമൻ കത്തോലിക്ക സഭയ്ക്ക് പിന്നീട് ധാരണ വന്നെന്ന്. ആദ്യകാല ക്രൈസ്തവർക്ക് ഇത് സംബന്ധിച്ച് ധാരണ ഇല്ലായിരുന്നെന്ന്. അതാണ് അച്ഛൻ പറയുന്നത് എന്ന് വേണം കരുതാൻ. മാത്രമല്ല, യേശു ഓരോ കൂദാശയിലും അതിന്റെ ഇന്നത്തെ രൂപത്തിലും ഭാവത്തിലും ഓരോ സന്ദർഭങ്ങളിൽ സ്ഥാപിച്ചുവെന്ന് ബൈബിളിലെ വിവരണങ്ങളിൽ നിന്ന് മാത്രം ആശ്രയിച്ച് സമർത്ഥിക്കാൻ എളുപ്പമല്ല. എന്താണ്? ഈ കാര്യം മുമ്പ് ഞാൻ CCC വായിച്ചിട്ട് പറഞ്ഞത്. നിങ്ങൾക്ക് ഈ 7 കൂദാശ ബൈബിളിൽ പ്രകാരം യേശുവിന്റെ ജീവിതം കൊണ്ടോ യേശുവിൽ ദൃശ്യമായിരുന്നു എന്ന് പറയുന്നത് കൊണ്ടോ നിങ്ങൾക്കത് സ്ഥാപിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ആള് ജോസ് മാണിപ്പറമ്പിൽ അച്ഛനാണേ. എന്റെ കോമഡി എന്താണെന്നറിയാവോ? വമ്പം കോമഡിയാ. ഞാൻ ഒരിക്കൽ കൂടി അത് വായിക്കാം, എന്നിട്ട് ഞാൻ കോമഡി പറയാം. യേശു ഓരോ കൂദാശയും അതിന്റെ ഇന്നത്തെ രൂപത്തിലും ഭാവത്തിലും ഓരോ സന്ദർഭത്തിലും സ്ഥാപിച്ചുവെന്ന് ബൈബിളിലെ വിവരണങ്ങളിൽ മാത്രം ആശ്രയിച്ച് സമർത്ഥിക്കാൻ എളുപ്പമല്ല. ഈ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയാവോ? പുസ്തകത്തിന്റെ പേരാണ് കോമഡി, കൂദാശകളുടെ വേദാടിസ്ഥാനം. ആഹാ കൂദാശകളുടെ വേദാടിസ്ഥാനം എന്ന പുസ്തകത്തിൽ അതൊക്കെ എഴുതി വെച്ചേക്കാണ്. ഇന്ന് കത്തോലിക്ക സഭ ആചരിക്കുന്ന കൂദാശകൾ യേശുവിന്റെ ജീവിതത്തിൽ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, സംഭവിച്ചു, ദൃശ്യമായിരുന്നു എന്നുള്ള കാര്യം വേദത്തിൽ നിന്ന് സ്ഥാപിക്കാൻ എളുപ്പമല്ലെന്ന്. പിന്നെ എന്തോന്ന് വേദാടിസ്ഥാനം എന്നാ പറഞ്ഞ ഈ പൊത്തനം എഴുതിയിരിക്കുന്നത്? പുസ്തകത്തിന്റെ പേര് വേദാടിസ്ഥാനം, അതിനകത്ത് തന്നെ അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ് ഇത് വേദപ്രകാരം സ്ഥാപിക്കാൻ പറ്റത്തില്ലെന്ന്. എന്തിനാണേ ഇങ്ങനത്തെ പുസ്തകങ്ങൾ എഴുതി മനുഷ്യനെ പറ്റി കളിപ്പിക്കുന്നത്? ഈ പുസ്തകത്തിന്റെ ടോട്ടൽ വാലിഡിറ്റി അവർ തീരുകയാണ്. പുസ്തകത്തിന്റെ ഹെഡിങ്ങിനോട് 100% നീതി പുലർത്തുവാൻ എഴുത്തുകാരന് സാധിക്കത്തില്ലെന്ന് അകത്തെ പേജിൽ 21ാമത്തെ പേജിൽ അദ്ദേഹം എഴുതി വെച്ചു. അടുത്ത ഒരു സെന്റൻസ് കൂടെ. പുറത്തെ കവർ നോക്കുന്നവൻ വിചാരിക്കും ആ വേദാടിസ്ഥാനത്ത് ഈ സാധനം എല്ലാം ഉണ്ടെന്ന്.
അകത്ത് വന്ന് മുഴുവൻ വായിക്കുന്നില്ലല്ലോ. വായിച്ചു കഴിഞ്ഞാൽ പുള്ളി തന്നെ പറയുന്നത് ബൈബിൾ വിവരണങ്ങൾ മാത്രം ആശ്രയിച്ച് സമർത്ഥിക്കാൻ പറ്റില്ല, കൂടുതൽ എന്തൊക്കെ വേണ്ടി വരും, പാരമ്പര്യം വേണ്ടി വരും, കുപ്പായിട്ടൊരു പറഞ്ഞത് വേണ്ടി പക്ഷെ വരും, ഗവൺമെന്റ് വേണം, പാരമ്പര്യം ക്രീഡ് വേണം. ശരിയാവത്തില്ലല്ലോ ഷിജു മനച്ച. കാരണം അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. അതായത് അവിടെ ഉണ്ട് പ്രശ്നം. ആദ്യകാല കാരണം സഭയ്ക്ക് അത് അതില്ല. അറിയത്തില്ലായിരുന്നല്ലോ. 1150 വരെ അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല. അപ്പൊ പിന്നെ അവിടെ പൊളിഞ്ഞില്ലേ? അപ്പൊ പിന്നെ ഇവരെന്തോന്ന് കൂതാശയാന്നും പറഞ്ഞ ഈ നടക്കുന്നത്. അപ്പൊ ഒരു സെന്റൻസ് കൂടെ വായിക്കണം. ഇത് ഭയങ്കര ഇത് കോമഡി കഴിഞ്ഞപ്പോ ഒരു ട്രാജഡി അടുത്തത്. കൂതാശികൾ ആത്മാംശം ക്രിസ്തുവിൽ നിന്നാണ് എന്നറിയുകയാണ് വേണ്ടത്. എന്താ നിങ്ങൾക്ക് മനസ്സിലായോ? ബൈബിളിൽ നിന്ന് ഇതൊന്നും തെളിയിക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? കൂതാശികളുടെ ആത്മാംശം ക്രിസ്തുവിൽ നിന്നാണെന്ന് അറിയുകയാണ് വേണ്ടത്. ചോദ്യം, എങ്ങനെ അറിയും? എങ്ങനെ അറിയും ഇത് ക്രിസ്തുവിൽ നിന്നാണ്? ക്രിസ്തുവിൽ നിന്നാണ് കൂദാശികളുടെ വേദ അടിസ്ഥാനം ക്രിസ്തുവിൽ നിന്നാണെന്ന് ഞങ്ങൾ എങ്ങനെ അറിയും? ആ ബൈബിളിൽ നിന്ന് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് അടിമകൾക്ക് അറിയാനുള്ള ഏക മാർഗം സഭ പറഞ്ഞു. ആ സഭ പറഞ്ഞാ പിന്നെ ആ അത് അങ്ങനെ അമ്മച്ചി പറഞ്ഞതാണെങ്കിൽ പിന്നെ അമ്മച്ചി പറഞ്ഞതാ ശരി, എന്റെ അമ്മച്ചി ഞങ്ങളൊന്നും എതിർത്ത് പറയുന്നില്ലേ എന്ന് പറയുന്ന പോലെ. റോമിന്ന് അപ്പാപ്പൻ പറഞ്ഞതാണോ? അപ്പാപ്പൻ പറഞ്ഞതാണെങ്കിൽ ഓക്കെ, അപ്പാപ്പന് തെറ്റ് പറ്റില്ല, അപ്പാപ്പനാണ് വലിയ കക്ഷിയാ. അപ്പാപ്പനും അപ്പാപ്പന്റെ കൂട്ടാളികളും കൂടി എന്ത് തീരുമാനിച്ചാലും പാപ്പൻ പറഞ്ഞതാണെങ്കിൽ പിന്നെ അതിന് മറുചോദ്യമില്ല. എന്ന് നിങ്ങൾ അങ്ങ് അറിഞ്ഞാൽ മതി. അങ്ങനെ നിങ്ങൾ അറിയണം എന്ന് അറിയുകയാണ് വേണ്ടത്. ഓക്കെ ശരി, സമ്മതിച്ചു, ഞങ്ങൾക്ക് അത് അറിയണം. എങ്ങനെ അറിയും? അത് സഭ പറയും, നിങ്ങൾ അറിഞ്ഞോണം. സഭ പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് വിശ്വാസമാണെന്ന് പറയുന്നതിനെയാണ് ഭൗതിക അടിമത്തം എന്ന് പറയുന്നത്. സമ്പൂർണ്ണ അടിമത്തം. നിങ്ങൾ റോമൻ അടിമകളാണ്, റോമൻ കത്തോലിക്ക മതത്തിന്റെ അടിമകൾ. ഈ അടിമത്വം നിങ്ങളുടെ തലയുടെ മുകളിൽ ഇങ്ങനെ ഡെമോക്രാറ്റീസിന്റെ വാള് പോലെ കർത്താവിന്റെ രണ്ടാം വരവും അന്ത്യകാല ന്യായവിധി വരെയും ഇതിങ്ങനെ നിൽക്കും. പറങ്കികൾ ഇവിടെ ബിസിനസ്സിന് വേണ്ടി വന്നപ്പോൾ രണ്ടാം വരവിൽ പറങ്കി കൊണ്ടുവന്ന മതത്തിന്റെ കീഴിലേക്ക് നിങ്ങൾ സ്വയം അടിമകളായി തീർന്ന നിങ്ങളുടെ പൂർവികർ ഒരിക്കലെങ്കിലും തിരുവെഴുത്ത് പരിശോധിക്കാൻ നിങ്ങൾ തുനിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ അടിമത്വത്തിന്റെ ചങ്ങല പണ്ടേ ഊരിയെറിഞ്ഞ് ദൈവത്തിന്റെ ദാസന്മാരായനെ, ദൈവത്തിന്റെ ഡൂലോസുകളായനെ, ദൈവത്തിന്റെ അടിമദാസന്മാരായനെ. നിങ്ങൾ സഭയുടെ ദാസന്മാരാണ്, സഭയുടെ അടിമകളാണ്. നിങ്ങൾ ഒരു കാലത്തും യേശുക്രിസ്തുവിന്റെ അടിമകളാകുവാൻ, യേശുക്രിസ്തുവിന്റെ ദാസന്മാരാകുവാൻ, യേശുക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ മക്കളാകുവാൻ, ശുശ്രൂഷാപരമായി ദാസന്മാരും അവകാശം സംബന്ധിച്ച് മക്കളുമാകുവാൻ റോമൻ കത്തോലിക്ക സഭയിൽ നിൽക്കുന്ന കാലത്തോളം സാധിക്കത്തില്ല. നിങ്ങൾക്ക് പറ്റില്ല. നിങ്ങൾ അകത്തേക്ക് കയറി രക്ഷ പ്രാപിച്ചത് കൂദാശകളാണെങ്കിൽ ആ കൂദാശകൾ പോലും ഗതികെട്ട അവസ്ഥയിലാണ്. മനസ്സിലായില്ലേ? അപ്പോ അച്ഛന്റെ കോമഡി, അച്ഛന്റെ സത്യസന്ധത വാസ്തവത്തിൽ പ്രശംസനീയമാണ്. കാരണം അച്ഛൻ ഇത്ര സത്യം എഴുതി വെച്ചല്ലോ. ഞാനൊരു ഭാഗം കൂടെ അച്ഛന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം. അത് എല്ലാവർക്കും നല്ല ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്, അതുകൊണ്ടാണ് ഇത് വായിക്കുന്നത്. 22ാമത്തെ പേജില് 7 കൂദാശകൾ എന്ന കണക്ക് 12ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന പീറ്റർ ലംബോർഡ് എന്ന ദൈവശാസ്ത്രജ്ഞൻ നിജപ്പെടുത്തിയതാണ്. പിന്നീട് ഇത് ട്രെൻഡ് സുന്ദരദോസ് അങ്ങോട്ട് അംഗീകരിക്കുകയായിരുന്നു. എപ്പടി? കൗൺസില് കൂടി അല്ല 7 എന്ന് തീരുമാനിച്ചത്, കൂദാശകൾ 7 തീരുമാനിച്ചത്. പീറ്റർ ലംബോർഡ് എന്ന ദൈവശാസ്ത്രജ്ഞൻ കൂദാശകൾ 7 എഴുതി വെച്ചു. അത് ട്രെൻഡ് സുന്ദരദോസ് അങ്ങ് അംഗീകരിക്കുകയായിരുന്നു. മനസ്സിലായോ? അത് ഏറ്റുപറയുകയായിരുന്നു. 1274 കൗൺസിൽ ഓഫ് ലയനസ് സെക്കൻഡിൽ ഈ പറയുന്ന പീറ്റർ ലംബോർഡിന്റെ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കുകയും പിന്നീട് ട്രെൻഡ് സുനോദോസിൽ വെച്ച് ഇത് കത്തോലിക്ക സഭ ഏറ്റുപറയുകയും ചെയ്യുകയായിരുന്നു. ഇന്ന് ഈ കത്തോലിക്ക സഭ ഈ കൂദാശ ഇല്ലെങ്കിൽ അവരുണ്ടോ ശരിക്കും? കൂദാശ ഇല്ലെങ്കിൽ എങ്ങനെയാ ബ്രദറെ? അതിനകത്ത് അവർക്ക് രക്ഷയില്ലല്ലോ, കൂദാശകളാലല്ല രക്ഷയിക്കുന്നത്. അപ്പൊ അത്രയും നാളുമുള്ള കത്തോലിക്കർ എന്തുവായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്? അത്രയും നാളുള്ള ആളുകളെ കുറിച്ചല്ലേ നമ്മൾ കണ്ടത്. അവര് ശിശുസ്നാനം അതിന് മുമ്പ് തന്നെ കയറി വന്നല്ലോ. 4ാം നൂറ്റാണ്ടോടുകൂടി ശിശുസ്നാനം കയറി വന്നു.
പിന്നെ കർത്തൃമേശ എന്ന പേരിൽ ഒരു യൂണിഫോം ഇട്ട പരിപാടി 4.5 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ കയറി വന്നു. ഇതെല്ലാമായിട്ട് ഇവർ മുന്നോട്ട് പോവുകയായിരുന്നു. കൂദാശകൾ ഏടെന്നും പറഞ്ഞ് ഈ ദൈവശാസ്ത്രജ്ഞൻ എഴുതി വെച്ചത് കത്തോലിക്ക സഭ അംഗീകരിച്ചു. അത് ട്രെൻഡിൽ അത് ഒരു ആന്റി റിഫോർമേഷൻ ആയിട്ട് ആ പ്രസ്താവനകൾ ട്രെൻഡ് സുനോദോസ് എന്താ പറയുക എതിർ നവീകരണത്തിന്റെ ഭാഗമായി അവർ കുറെ മാറ്റങ്ങൾ വരുത്താൻ ശ്രമിച്ചു. അതിന്റെ ഭാഗമായിട്ട് ഇവരിത് പിന്നീട് ഏറ്റുപറയാൻ അംഗീകരിക്കുകയും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ആരംഭിച്ചു എന്നുള്ളതല്ലാതെ ഇതിന് വേദാടിസ്ഥാനത്തിൽ ഒന്നുമില്ല, ഇവർക്കൊന്നും പറയാനില്ല. സി സി സിയിൽ അവർ വെച്ചിരുന്ന പ്രമാണം അനുസരിച്ച് ഇവർ പറയുന്ന സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ അവർക്ക് തന്നെ പറ്റത്തില്ല, പ്രൂവ് ചെയ്യാൻ പറ്റില്ല. യേശുവിൽ ദൃശ്യമായിരുന്നത് കൂദാശകളായി ഭവിക്കുകയായിരുന്നു എന്ന് പറയുന്ന കാലത്തോളം അവർ തെളിയിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. യേശുവിൽ എങ്ങനെയൊക്കെയാണ് ഈ കൂദാശകൾ ഏഴും ദൃശ്യമായിരുന്നതെന്ന് ഇത് മനസ്സിലാക്കിയ മാണിക്കച്ചൻ പറയാണ്, മാണിപ്പറമ്പിൽ അച്ഛൻ പറയാണ്, ആ ബൈബിളിൽ നിന്നും അതൊന്നും ഞാൻ കാണിച്ചു തരാൻ ഞങ്ങളെ കൊണ്ട് പറ്റത്തില്ല, പക്ഷെ നിങ്ങൾ അറിയണം അതൊക്കെ ക്രിസ്തുവിലുള്ളതായിരുന്നെന്ന്. എങ്ങനെ അറിയും? അത് സഭ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചോണം. ഞങ്ങൾ വിശ്വസിച്ചു. ഇതാണ് പരിപാടി. അപ്പൊ ഞാൻ ഇന്നത്തെ എന്റെ ഈ വിഷയാവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തോ നാടേ കൂദാശ, ഇത് ശരിക്കും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഞങ്ങൾക്ക് മനസ്സിലായി തട്ടിപ്പാണ്.